നേരത്തെ പറഞ്ഞു നിർത്തിയോടന്ന് തുടങ്ങി ആ ഭാഗം തീർത്ത ശേഷം ബാക്കി പറയാമെന്ന് വിചാരിക്കണം. പ്രമേഹം സംബന്ധിച്ച് ഞാൻ ഇത് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, പ്രമേഹം എന്നാൽ പാൻക്രിയാസിൻ്റെ പ്രോബ്ലം അല്ലേ, ഇൻസുലിൻ്റെ പ്രശ്നമല്ലേ? അതാണ് സ്വാഭാവികമായും നമ്മൾ ഉന്നയിക്കുന്ന ഒരു സംശയം. അതുകൊണ്ടാണ് ഈ വയറമർത്താനും ഈ ഒരു ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണ്, അതായത് ശരീരത്തിൽ ഇൻസുലിൻ കുറയുന്നത് കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇത് ഈ യോഗ പുസ്തകങ്ങൾ എഴുതുന്നവരും കേട്ടിട്ടുണ്ട്. പിന്നെ പാൻക്രിയാസ് എവിടെയാണെന്നുള്ളത് അദ്ദേഹത്തിന് ഏതാണ്ടൊരു ധാരണയുണ്ട്, വയറിൻ്റെ ഈ ഭാഗത്താണ്. അപ്പോൾ അവിടെ പിടിച്ച് അമർത്തുക, എന്നിട്ട് ഈ ഇൻസുലിൻ എങ്ങനെ പുറത്തേക്ക് അടിക്കാം. അതിനാണ് നമ്മൾ ഈ കാണുന്ന അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നത്. അമർത്തി അവിടുന്ന് പാൻക്രിയാസിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും നമ്മൾ പശുവിൻ്റെ പാല് കറക്കണ പോലെ ഈ അതിനകത്ത് ഇൻസുലിനെ പുറത്തേക്ക് അടിക്കുക. അതാണ് ഈ ശ്രമം, അതാണ് ഈ അഭ്യാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 90%-ത്തിലധികം 90% പ്രമേഹ രോഗികൾക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അത് ഇൻസുലിൻ ഉണ്ടാക്കാത്തത് കൊണ്ടല്ല. ഇൻസുലിനൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ വളരെ കാലം, പിന്നീട് ഒരു ഫെയിലിയറിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വളരെ കാലം ഒരു വലിയ കാലത്തും പിന്നെ ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാകുന്നുണ്ട് ശരീരത്തിൽ. എവിടെയാണ് പ്രശ്നം? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പ്രശ്നം. നമ്മുടെ മാംസപേശികൾ, നമ്മുടെ കൊഴുപ്പ്, നമ്മുടെ ലിവർ, ഇതൊക്കെ ഇൻസുലിൻ്റെ പ്രവർത്തനം മോശമായിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇൻസുലിൻ ആവശ്യം ശരീരത്തിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ് പറയുക, മനസ്സിലായി? അപ്പോൾ മസിൽ അൺഎബിൾ ടു യൂസ് ഗ്ലൂക്കോസ് ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ടല്ല വിഷയം. ഇൻസുലിനൊക്കെ ഉണ്ട് 90% ആൾക്കാർക്കും. ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് ബാല്യകാലത്ത് വരുന്ന ഡയബറ്റീസ്, അത് ഇൻസുലിൻ ഇല്ലാതെ ഒരു രക്ഷയില്ല. അതിൽ യോഗക്കാരും അതിന് മുകളിൽ കയറുന്ന കളിക്കില്ല നമ്മൾ സാധാരണ. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഈ ഫിസിയോളജി കുറച്ച് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഇൻസുലിൻ ചെയ്യുന്നത് ഈ കോശങ്ങളിൽ? ഇൻസുലിൻ എന്ന ഈ ഹോർമോൺ കോശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് ആദ്യം ചെയ്തിട്ട് അവിടെ ചെന്ന് ഈ GLUT4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്മാത്രയെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുക. അത് ഈ ഇൻസുലിൻ ഇവിടെ വന്നിട്ട് ഇൻസുലിൻ റിസപ്റ്ററിൽ വന്ന് യോജിക്കുമ്പോൾ കോശത്തിനകത്ത് ഈ GLUT4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ GLUT4 ഈ വെസിക്കിളിനെ മൊബിലൈസ് ചെയ്യുമെന്ന് പറയാം. അത് പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വന്നിട്ട് ഗ്ലൂക്കോസിനെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഇൻസുലിൻ വന്ന ഒരു ഭാഗത്ത് ഒരു വാതിലിന് മുട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ സന്ദേശവാഹകനായ വേറൊരു തന്മാത്ര ഈ കോശത്തിനകത്ത് നിന്ന് ചെന്ന് വേറൊരു വാതിൽ തുറന്ന് ഇൻസുലിനെ വലിച്ചുകൊണ്ടിരും. അതാണ് ചുരുക്കി പറഞ്ഞാലുള്ള സംഭവം. അല്ല, ഗ്ലൂക്കോസിനകത്തേക്ക് കയറ്റും. അതായത് ശരീരത്തിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ ശരീര കോശങ്ങളിലേക്ക്, ലിവറിലേക്കും മാംസപേശികളിലേക്കും ഫാറ്റിലേക്കുമുള്ള കോശങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സന്ദേശമാണ് ഇൻസുലിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെവിടെയാണ് ഈ സന്ദേശം പോകുന്നതിലാണ് പ്രശ്നം സംഭവിക്കുന്നത്. സെല്ലിനകത്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പ്രമേഹത്തിന് ഗുണമുണ്ടാവുന്നത്? ഇവിടെ അമർത്തുള്ള എക്സസൈസ് അല്ല വേണ്ടത്. ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല എക്സസൈസ് ഈ പ്രമേഹ രോഗികളെ സഹായിക്കുന്നത്. മറിച്ച് എക്സസൈസിങ് മസിൽസ്, അതായത് നമ്മൾ വെയിറ്റ് പൊക്കുന്നു, നടക്കുന്നു, ഓടുന്നു, വാഴ നടുന്നു, പടി കയറുന്നു, വെള്ളം കോരുന്നു, മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുന്നു, എന്തെങ്കിലും ഇങ്ങനെ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ മാംസപേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. ഈ കൺട്രാക്ഷൻ സമയത്ത് ഈ ഇൻസുലിൻ്റെ സഹായമില്ലാതെ, അതാണ് ഇൻസുലിൻ്റെ സഹായമില്ലാതെ തന്നെ ഗ്ലൂക്കോസിന് മസിലിനകത്തേക്ക് കയറാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അധ്വാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ അമർത്തിയിട്ട് ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കിയിട്ട്, ഇൻസുലിൻ ഇല്ലാത്ത കുഴപ്പമേ ഇല്ല, അവിടെ ഇൻസുലിനൊക്കെ ഉണ്ട്. ഇൻസുലിൻ ഉണ്ടായിട്ടും ഗ്ലൂക്കോസ് കയറുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്താൽ മാംസപേശികളിൽ ഇൻസുലിൻ്റെ സഹായമില്ലാതെ തന്നെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അകത്തോട്ട് കയറും. അപ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയും. ഇതാണ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് ഇവിടെ പിടിച്ച് അമർത്തി ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഇതുപോലെയാണ് ഞാൻ പറയാം. വണ്ടി മറിഞ്ഞു പോയി, ഈ കുതിര മേലോട്ട് പൊങ്ങിയിരിക്കുക. അപ്പോൾ ഇതിനൊന്ന് താഴ്ത്താൻ വേണ്ടി ഇവിടെ ഒരു താഴെ കുതിര കൊണ്ട് ഒരു കാര്യമില്ല. അതിന് ഈ ഭാരം കൂടെ എടുത്തു കൊടുക്കണ്ടേ? അതുപോലെയാണ് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് ധാരണയില്ലാതെ ഇൻസുലിൻ ആണ് ഇൻസുലിൻ ഇല്ലാത്തതാണ് പ്രമേഹം ആദ്യം ധരിക്കും. പിന്നെ ഇൻസുലിൻ ഇരുന്നുണ്ടാവുന്ന പാൻക്രിയാസ്, അതിനെങ്ങനെ? അപ്പോൾ എല്ലാത്തിനും ഇതല്ലേ അറിയുള്ളൂ. ആകെ കയ്യിൽ ഒരു ആയുധം മാത്രമേ ഉള്ളൂ. കയ്യിൽ ഏതാണ്? ഇഫ് ഓൾ ദാറ്റ് യു ഹാവ് ഈസ് എ ഹാമർ,
എവറിത്തിങ് ലുക്സ് ലൈക്ക് എ നെയിൽ എന്നാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ആകെയുള്ള ആയുധം ഈ ചുറ്റികയാണ്. അപ്പോൾ കാണുന്നൊക്കെ ആണിയാന്ന് തോന്നുന്നു. അതാണ് ആകെയുള്ളത്. എന്താണ്? ഈ വളയിലും കുത്തലും തന്നെ ഉള്ളൂ പലതിക്കുന്ന എടുത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചെയ്യാം. ഞാൻ വളരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു എൻ്റെ ഒരു വിമർശകർ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ. ഞാൻ പറയാം, എനിക്ക് ഈ കള്ളത്തരത്തിനോട് ഒരു ബഹുമാനമില്ല. ഈ സ്യൂഡോ സയൻസ് കപടശാസ്ത്രങ്ങളോട് ഒരു ബഹുമാനമില്ല. അത് ബഹുമാനിച്ച് ഇതൊരു ശാസ്ത്രമില്ല. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിനെ എതിർക്കേണ്ടി വന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം എന്തൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒന്നും വിമർശിക്കാനില്ല. എന്തുപോലെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഏതാണ്ട് മഴുകൊണ്ട് പായസം വെക്കുന്ന പോലെയാണ്. അത് ഞാൻ മിസ്സായിട്ട് പിന്നെ പറയാം. അപ്പോൾ അദ്ദേഹം വളരെ മാന്യമായി ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞ ഒക്കെ തന്നെ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് എതിർക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ എതിർപ്പും അമർഷവും രോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ വിനോദിനോടല്ല, അദ്ദേഹത്തിനോടല്ല. ഞാൻ പറയുന്നത് ഈ ശാസ്ത്രം എന്ന് വേഷം കെട്ടി നടക്കുന്ന ഈ കപടശാസ്ത്രം ഒരു 19 കൊല്ലമായിട്ട് ഇവിടെ തട്ടിപ്പ് പ്രസ്ഥാനമാണിത്. അപ്പോൾ അതിന് ബഹുമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനിക്കാത്തത്. ഒരു ഇല്ലാത്ത ബഹുമാനം നടിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? ഞാൻ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഒരു ബഹുമാനമില്ല ഈ യോഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ചികിത്സാ രീതിയല്ല. ചികിത്സാ രൂപം എന്നുള്ള എനിക്ക് യോഗയെ ബഹുമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഇതാണ് എക്സസൈസിൻ്റെ കാര്യം. ഇത് തമാശ എന്താണെന്ന് വെച്ചാൽ സുശ്രുത സംഹിത ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ വൈദ്യപാരമ്പര്യത്തിൻ്റെ മഹത്തായ ഒരു എന്താ പറയുക ഒരു രേഖയാണ് സുശ്രുത സംഹിത. ഇവർ നമ്മളെ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. ഈ സുശ്രുത സംഹിതയിൽ ഈ വക ഒരു ആസനവുമില്ല. എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഇതാണ് സുശ്രുത സംഹിതയുടെ ഭാഗം. എന്താണ് പ്രമേഹത്തിനുള്ള ചികിത്സ? ധനികനെങ്കിൽ 2 ഇനം ധാന്യങ്ങളും 3 ഇനം ഫലങ്ങളും കഴിച്ച് മാനുകൾക്കൊപ്പം ജീവിക്കുക എന്നാണ്. മാനുകൾക്കൊപ്പം നടന്നുകൊണ്ടിരിക്കുക. സദാ പശുക്കളുടെ പാത പിന്തുടർന്ന് നടക്കാനാണ് പറയുന്നത്. അവയുടെ ചാണകവും മൂത്രവും ശേഖരിക്കുക. ഇതിനെ നേരം ഉണ്ടാവുള്ളൂ, ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. പശുവിൻ്റെ പിന്നാലെ നടന്നിട്ട് എൻ്റെ ചാണകം മൂത്രം എടുക്കുക. ബ്രാഹ്മണനെങ്കിൽ വയലിൽ കൊഴിഞ്ഞു വീണ ധാന്യങ്ങൾ മാത്രം ആഹരിക്കുക. ഇനിയും കുറേ ദീർഘമുണ്ട്, ഒരു പേജ് എടുത്തിട്ടുള്ളൂ, ഒരു പേജും കൂടി ഉണ്ട്. സദാ വേദാധ്യയനം ചെയ്യുക. ബ്രാഹ്മണർ ഇരിക്കുന്ന രഥം വലിക്കുക. അതാണ് ബ്രാഹ്മണനുള്ളത്. ബ്രാഹ്മണർ ഇരിക്കുന്ന രഥം വലിച്ചു നടക്കുക. ഇതൊക്കെ എക്സസൈസാണ്. ശൂദ്രർ മുതലായ കീഴാളരെങ്കിൽ ഇത് ജാതി വളരെ കൃത്യമാണ്. അവരെ കൊണ്ട് കിണറുകൾ കുഴിപ്പിക്കുക. ദുർബലനും മെലിഞ്ഞ ശരീരക്കാരനുമെങ്കിൽ ഉചിതമായ ഭക്ഷണത്താൽ ശരീരരക്ഷ ചെയ്യുക. അപ്പോൾ ഇതാണ് എക്സസൈസാണ് ചികിത്സ. സുശ്രുതൻ്റെ കാലത്ത് ഇതൊന്നുമില്ല. ഈ സർക്കസൊക്കെ 20-ാം നൂറ്റാണ്ടിലുണ്ടായതാണ്. എന്നിട്ടാണ് ഈ അമർത്തലും മലക്കലും ഇവിടുന്ന് ഇതിനെ ചാടിക്കാൻ ശ്രമിക്കലും. എന്നിട്ട് ഇതിനെ പറ്റിയാണ് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഗുണമുണ്ടെന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ അസംബന്ധം. അതാണ് കൃത്യമായിട്ട് മനസ്സിലാവാത്തത്. കാരണം ഈ ഇത്രയും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് എന്തിൻ്റെ മുകളിലാണ് പരീക്ഷണം നടത്തുന്നത്? അതാണ് ഇതിനൊരു ശാസ്ത്രമെന്ന് പറയാനുള്ള ഒരു അവകാശവാദവുമില്ല. അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ള സിസ്റ്റമാറ്റൈസേഷനും ഇല്ലാതെ ഒരു പ്രദർശനം എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയ ഒരു സാധനത്തിനെ ചിലർ ചികിത്സക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അതിൽ നോക്കുമ്പോൾ ചില വ്യത്യാസം കാണുന്നു. ശരിയാണല്ലോ, ഭാഗികമായി ശരിയുണ്ടാവും. കാര്യം അതിൽ ചിലതൊക്കെ എക്സസൈസ് ആണ്. അതുകൊണ്ട് ഇതിനൊരു വാലിഡിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇത് അസാധുവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കിണർ കുഴിക്കുന്ന പോട്ടെ, ആ സമയത്ത് 2 വാഴയെങ്കിലും നട്ടൂടെ. അതാണ് ഞാൻ പറയും. വെറുതെ ഒരു കാര്യമില്ല ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രയോജനമുള്ള പണി ചെയ്യുക. അതിനൊക്കെ ഒന്ന് മീൻ വാങ്ങാൻ പോവുക, പടി കയറുക, എന്തൊക്കെ ഉപകാരം ചെയ്യുക. ആ സമയത്ത് കിടന്ന് വളഞ്ഞു കുത്തുക. ഒരു പ്രയോജനമില്ല. പ്രമേഹ രോഗികൾ ഈ അഭ്യാസങ്ങൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വെറുതെ നടുകളയാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു ഉദാഹരണം, ഈ ചികിത്സ, ഇത് പ്രമേഹ ചികിത്സ എന്ന് പറയുക, ഈ യോഗ ചികിത്സ എന്ന് പറഞ്ഞതിൻ്റെ അസംബന്ധ സ്വഭാവം വ്യക്തമാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയാം. ഓരോന്നെടുത്താലും ഇങ്ങനെ അസംബന്ധങ്ങളുടെ നിരയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് വിനോദ് പറഞ്ഞൊന്നല്ല ഇത് നടക്കുന്നത്. ഇതൊന്നല്ല യോഗ ചികിത്സ പറയുന്നത്. എന്താണ് നമ്മൾ കാണുന്ന യോഗ? അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് ഇന്ന് നടപ്പിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഞാനൊരു യുക്തിവാദിയും കൂടിയാണ് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ദൈവത്തിനെ വിമർശിച്ചാലുണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ദൈവത്തിനെ പറ്റി മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവം തന്നെ മേലിരുന്ന് ഇങ്ങനെ കണക്കൊക്കെ എഴുതി കൃത്യമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ കുറ്റം ചെയ്യുമ്പോഴും അതിനവിടെ കണക്ക് എഴുതി അതിന് ശിക്ഷിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ദൈവമേ എനിക്ക് നേർച്ച തരുന്നു, ഇതൊക്കെ ചെയ്യും. എൻ്റെ ഇത് കിട്ടി, എൻ്റെ മാല കളഞ്ഞു പോയത് കിട്ടിയ ഞാൻ തുലാഭാരം തൂക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യന്മാർ. ഞാനൊക്കെ ഇത് കുറേ കാലം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ നമ്മൾ സംശയിക്കുമ്പോൾ അപ്പോഴേക്കും ദൈവത്തിൻ്റെ രൂപമേ മാറി. അപ്പോഴേക്ക് ഐൻസ്റ്റൈൻ്റെ ദൈവം, അപ്പുറത്ത് പ്രപഞ്ചത്തിൻ്റെ അപ്പുറമുള്ള ദൈവം, ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല. ദൈവം എന്തൊക്കെയാണ് അതൊക്കെ? നിർഗുണനാണ്, നിരാമയനാണ്, അതാണ് ഇതാണ്, ഒന്നുമല്ല, അതിന് രൂപമില്ല, അതിന് ബോധമില്ല. അങ്ങനെ ഒരു സമയം അതിനെപ്പറ്റി നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഇങ്ങനത്തെ യോഗനെ പറഞ്ഞ് വിമർശിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, മഴ പായസം വെക്കണ പോലെയാണ്. ആ കഥീൻ്റെ ഇടയിൽ പറയാം. അതെന്ന് പറഞ്ഞാൽ മഴ കൊണ്ട് പായസം വെക്കാവോ എന്നൊരു ചർച്ച നടക്കുന്നതറിയോ?
ഞാൻ വന്നിട്ട് മഴ കൊണ്ട് പായസം വെക്കാൻ പറ്റില്ല. അപ്പോൾ അല്ല, പായസം വെക്കാം. എങ്ങനെ? ആദ്യം നന്നായി മഴുവെടുത്ത് കഴുകി വെള്ളത്തിലിടുക, പിന്നെ കുറച്ച് അരി എടുത്ത് കഴുകുക, കുറച്ച് തേങ്ങ ഇടുക, പിന്നെ കുറച്ച് ശർക്കര ഇടുക, എന്നിട്ട് തിളപ്പിക്കുക, എന്നിട്ട് പിന്നെ മഴുവെടുത്താണ് മാറ്റി വെക്കുക. ശർക്കര പായസമായില്ലേ? ശരിയാണ്, മഴുകൊണ്ട് പായസം വെക്കാം. അങ്ങനെ പറഞ്ഞാൽ ഞാനും പറയാം മഴുകൊണ്ട് പായസം വെക്കാമെന്ന് പറയാൻ പറ്റും. ഇന്ന് പിന്നെ ഡോക്ടർ വിനോദ് പറഞ്ഞത് ബ്രീത്തിങ് എക്സസൈസ് യോഗസൂത്രയിൽ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞാണ്. അദ്ദേഹം ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസ് യോഗസൂത്രയിൽ പറയുന്നതല്ല. പിന്നെ എന്തിനാണ് ഇതിന് മഴുകൊണ്ട് പായസം വെക്കണേ? ഇത് യോഗ എന്ന് പറയണോ? പിന്നെ അത് ബ്രീത്തിങ് എക്സസൈസ് വേറെ, നിലവിലുള്ള ബ്രീത്തിങ് എക്സസൈസ് അതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ ഈ ക്ലാസിക്കലായിട്ടുള്ള യോഗ പുസ്തകങ്ങളിൽ എവിടെയും തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നുമല്ല ഇവർ പ്രയോഗിക്കുന്ന യോഗ, ഇദ്ദേഹം പറഞ്ഞ യോഗ. അപ്പം അതിനെ ഞാൻ വിമർശിച്ചിട്ട് അർത്ഥമില്ല, കാരണം അത് മഴുകൊണ്ട് പായസം വെക്കില്ല. അത് വേറെ ഇന്നത്തെ നവീനമായ ധാരണകളെ ഓരോ പേരുമായി ഘടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മസിലിനെ അദ്ദേഹം അന്നമയ കോശം എന്ന് വിളിക്കുന്നു. എന്താ പേര് വിളിച്ചോളൂ, അതിനെന്താ പ്രശ്നം? മഴുവിനെ അതേ കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾക്ക് പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു വരാം. ഈ കാർബോകൾട്ട് മെഡിസിൻ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇത് നോക്കിയാൽ അതേ ഉദാഹരണങ്ങളുള്ളൂ, വേറെ അങ്ങനെ തന്നെ സാധിക്കൂ. കണ്ണിൻ്റെ കാര്യം, നേത്രരോഗങ്ങൾക്കുള്ള ജില്ല ഐസ്, ആദ്യം തന്നെ ശീർഷാസന എന്നാണ്. ശീർഷാസന എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ആസനാസ് എന്നാണ് അയ്യങ്കാർ പറയാം. എന്നാൽ ഈ സാധനം ഒരു പഴയ പുസ്തകത്തിലും ഇല്ല. ഒരു പഴയ ഗ്രന്ഥങ്ങൾ ശീർഷാസനം എന്നുള്ളൊരു പേര് തന്നെ പഴയ യോഗ ഗ്രന്ഥങ്ങളിൽ എവിടെയില്ല. ഇദ്ദേഹമാണ് അത് ചേർത്തത്. എന്നിട്ട് കിങ് ഓഫ് ആസനാസ് എന്ന് പറഞ്ഞിട്ട് അത് പഴയ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ വിശദമായ വിവരണങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതാണ് ആദ്യം പറഞ്ഞത്. നേത്രരോഗങ്ങൾക്കുള്ള യോഗ ചികിത്സ പ്രഥമ സ്ഥാനം ശീർഷാസനത്തിനാണ്, തലകുത്തി നിൽക്കാനുള്ള. ഇത് നമ്മൾ നോക്കേണ്ടത് യോഗ ചികിത്സയിൽ അന്ധതയ്ക്കുള്ള കാരണങ്ങളിൽ തിമിരത്തിന് ശേഷം 2ാം സ്ഥാനമാണ് ഗ്ലൂക്കോമ. അത്രയും കോമൺ ആണ് ഗ്ലോക്കോമ. എൻ്റെ കുടുംബത്തിൻ്റെ പലർക്കുണ്ട്. കണ്ണിനകത്തുള്ള ദ്രാവകമർദ്ദം കൂടുക അവസ്ഥയാണ് ഈ രോഗത്തെ കാണുക. ശീർഷാസനം ചെയ്യുമ്പോൾ കണ്ണിനകത്തുള്ള ദ്രാവകമർദ്ദം വർദ്ധിക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അത് നമുക്കൊന്ന് ആലോചിച്ചാൽ അറിയാം. തലകുത്തി നിൽക്കുമ്പോൾ ഇതിനകത്ത് പ്രഷർ കൂടും, കണ്ണിനകത്ത് പ്രഷർ കൂടുന്നത്. എന്നിട്ട് അതാണ് ആദ്യത്തെ ചികിത്സ, ഐസ് ശീർഷാസന. ഇത് പറഞ്ഞിട്ടുള്ളതാണ്. റെഫറൻസ് ഗ്രന്ഥമാണ്. BAMS വിദ്യാർത്ഥികൾ പഠിക്കുന്ന റെഫറൻസ് ഗ്രന്ഥം. ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ VNYS പഠിക്കുന്നത്. ഇഷ്ടംപോലെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇൻട്രാവക്കുലാർ പ്രഷർ ചേഞ്ചസ്, ഇത് പിന്നെ ജേണലിൽ വന്നിട്ടുള്ള പേപ്പറുകളാണ് ഇതൊക്കെ. കൺക്ലൂഷൻ, യോഗ ക്യാൻ ബി ഡേഞ്ചറസ്, ഗ്ലോക്കോമ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് വേഴ്സണിങ്. എത്രയോ റിപ്പോർട്ടുകളുണ്ട്. ഈ ശീർഷാസനം ചെയ്തിട്ട് കണ്ണ് കേടായി പോകുന്ന എത്രയോ റിപ്പോർട്ടുകളുണ്ട്. ഈ ഹെഡ്സ് ആൻഡ് പോസ്റ്റർ കൊണ്ട് ഗ്ലോക്കോമ കൂടുന്നതിനെ പറ്റിയിട്ട് എത്രയോ പറയുന്നുണ്ട്. സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, കണ്ണിൻ്റെ വെയിൻ ഒക്ലൂഷൻ വന്ന് വെയിൻ തയ്യാറാവുന്ന കഥ, ഇതൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ശീർഷാസനം കണ്ണ് കേടാക്കുന്നൊരു സാധനമാണ്. അതാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. കാരണം അത്ര പോലും പ്രാഥമികമായി ശരീരശാസ്ത്രത്തെക്കുറിച്ചോ രോഗചികിത്സയെക്കുറിച്ചോ ബോധമില്ലാത്തവരാണ് ഈ സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് 20-ാം നൂറ്റാണ്ടിൽ. നിങ്ങൾക്ക് ഈ യോഗ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ബഹുമാനം ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതിന് ബഹുമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ ഹൈഡ്രോസീൽ ഉണ്ടല്ലോ, വൃഷണത്തിൽ നീര് നിറയുന്ന അവസ്ഥ, അതിനും ചികിത്സ എന്താണ്? ശീർഷാസനം തന്നെയാണ്. അത്രയാണ് ഇതിൻ്റെ ബോധം, ഇവരുടെ ബോധം. ചികിത്സ ഹെർണിയക്കുള്ള ചികിത്സ അതാണ് വേറെ. ഹെർണിയക്കുള്ള ചികിത്സയിൽ ആദ്യം ശീർഷാസനം തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അതറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേറെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഈ സൈക്കിളിൽ കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും അവസാനം ഉദ്യാനയാണ്. ഉദ്യാനബന്ധം. ഉദ്യാനബന്ധം ചെയ്യുക. എന്താണ് ഉദ്യാനബന്ധം? വയർ അമർത്തുകയാണ്. വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് വയറിന് അമർത്തുകയാണ് ഉദ്യാനബന്ധം. ഇത് അയ്യങ്കാരുടെ പുസ്തകത്തിൽ തന്നെ ഞാൻ എടുത്താണിത്. ഉദ്യാനബന്ധം കാണാൻ ഇവിടെ എന്താണ്? വയറ് ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അമർത്തുകയാണ്. വയറിൻ്റെ അകത്തുള്ള ഈ പിന്നെ എല്ലാ അന്തരാവയവങ്ങളെയും കുടൽമാല മൊത്തം അമർത്തിക്കളയുക. കുടലിറക്കമാണ് ഇത്. ഹിയർണിയ പറഞ്ഞാൽ ഇത് അമർത്തിയാൽ പിന്നെ കുടലിറങ്ങിയാൽ അതിന് എങ്ങടെ പോവുക? അത് കോമൺ സെൻസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ധാരണയുള്ള ഇത്തരം അബദ്ധം പറയില്ല. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ആദ്യം തലകുത്തി നിൽക്കുന്നതോടൊന്ന് തുടങ്ങിയിട്ട് വയറമർത്താനാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി? ഹെർണിയക്കുള്ള ചികിത്സ. അപ്പോൾ ഹെർണിയൊക്കെ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഒരു പിന്നെ ശോധന പോലും ശ്രദ്ധിക്കണം എന്നാണ്. ലൂസായിട്ട് പോയിട്ടില്ലെങ്കിൽ വളരെ മുക്കിയാൽ തന്നെ ചിലപ്പോൾ ഈ കുടലങ്ങ് ഇറങ്ങിപ്പോകും ഹെർണിയൻ്റെ അകത്ത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ ഇൻട്രാ അബ്ഡമിനൽ പ്രഷർ, വയറിനകത്ത് പ്രഷർ കൂടുന്നതാണ് ഹെർണിയ പുറത്ത് വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് കൂടുമ്പോഴാണല്ലോ വരുന്നത്. അതുകൊണ്ട് ചുമയൊക്കെ ചുമക്കുന്നവർക്കൊക്കെ കൂടി വരാനുള്ള കാരണം തന്നെ, പുകവലിക്കുന്നവർക്കൊക്കെ വരാനുള്ള കാരണം. ഇതാണ് ചുരുക്കി പറയാനുള്ളത്. വിവിധ രോഗങ്ങൾക്കായി നിർദ്ദേശിക്കപ്പെടുന്ന യോഗാസനങ്ങളും മറ്റും ഒട്ടുമിക്കപ്പോഴും ശരീരശാസ്ത്ര ദൃഷ്ട്യാ അനുചിതവും നിഷ്പ്രയോജനവുമാണ്. ചിലപ്പോൾ ഇവ അപകടവും ഉണ്ടാക്കാം. അതിന് അപകടങ്ങൾ എന്ന് പറയാൻ കുറേ ഉണ്ട്. അപ്പോൾ
അത് നമുക്ക് സമയമുണ്ടെങ്കിൽ പറയാം, ഇനി ഏതെങ്കിലും അവസരത്തിൽ ഇതിൻ്റെ അപകടങ്ങൾ മാത്രമുണ്ട് പറയാം. അപ്പോൾ ഇതാണ് എനിക്ക് ചുരുക്കി ആദ്യം എൻ്റെ തീസിസായിട്ട് പറയാനുള്ളത്. ഈ ചരിത്രപരവും ശരീരശാസ്ത്രപരവുമായ കാരണങ്ങൾ. ഇവിടെ എൻ്റെ പിന്നെ ഡോക്ടർ വിനോദ് ഉന്നയിച്ച ഒരു വിഷയം, ചരിത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരു ശാസ്ത്രത്തെ വിലയിരുത്താമോ എന്ന് ചോദിക്കുന്നു. ഇതൊരു ശാസ്ത്രമല്ല, അതാണ് വിഷയം. ഇതൊരു ശാസ്ത്രമല്ല, ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെതായിട്ടുള്ളൊരു കെട്ടുകാഴ്ചയാണ്. ഇത് മനസ്സിലാക്കണം. അതിനെ ശാസ്ത്രമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനങ്ങനെ ഒരു ചരിത്രത്തെ മാത്രം അടിസ്ഥാനമാക്കി ശാസ്ത്രത്തെ വിലയിരുത്താമോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രത്തെ വിലയിരുത്താൻ ചരിത്രം അത് ശരിയാണ്. അതങ്ങനെ ചരിത്രത്തെ മാത്രം വിലയിരുത്താൻ പറ്റില്ല. കാര്യം ചരിത്രം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായ ചരിത്രമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ബ്ലഡ് ലെറ്റിങ്ങും എനിമയും ഈ രീതിയിലുള്ള ക്രൂരമായ ചികിത്സകളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പഞ്ചകർമ്മമായിരുന്നു, അത് ക്രൂരമായ ചികിത്സയാണ് പഞ്ചകർമ്മം എന്ന് വെച്ചാൽ. ഇതേ പഞ്ചകർമ്മ ചികിത്സയാണ് അലോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം ചെയ്തത്. അതുകൊണ്ട് ചരിത്രത്തെ വിലയിരുത്തിക്കൊണ്ട് മാത്രം വൈദ്യശാസ്ത്രത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ വിലയിരുത്താൻ സാധ്യമല്ല. പക്ഷെ അത് ശാസ്ത്രമായിരിക്കണം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്, ചരിത്രപരമായി നോക്കിയാൽ ഇതൊരു ശാസ്ത്രമല്ല, ഇതിനൊരു ശാസ്ത്രമേ അല്ല, അത് രോഗചികിത്സക്ക് ഉപയുക്തമായ സാധനമേ അല്ല. അതാണ് ചരിത്രപരമായി എന്ന് പറഞ്ഞത്. രണ്ടാമത് ശരീരശാസ്ത്രപരമായി, അതാണ് ഞാൻ കാണിച്ചത്. ഇവർക്ക് ശരീരശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, രോഗചികിത്സയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അതൊക്കെ ഞാനിവിടെ ചില തെളിവുകൾ വെച്ച് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഇത് രോഗചികിത്സയിൽ പ്രയോജനകരമാണ് എന്ന അവകാശവാദത്തിൽ കഴമ്പില്ല എന്ന എൻ്റെ ആദ്യ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ ബ്രീത്തിങ് എക്സസൈസിൻ്റെ കാര്യത്തിൽ യോഗസൂത്രത്തിൽ പറയുന്നില്ല എന്ന് ഡോക്ടർ വിനോദ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ അദ്ദേഹം പ്രയോഗിക്കുന്ന യോഗയൊന്നും യോഗയല്ല. യോഗ എന്ന് പറഞ്ഞാൽ അതൊരു നേരത്തെയുള്ള കുറേ സാധനങ്ങളുണ്ട്, പഴയ സാധനങ്ങളുണ്ട്. അത് യോഗ ചികിത്സ കൊണ്ട് ഉപയോഗിച്ച സാധനങ്ങളല്ല. ഇപ്പം ഹഠയോഗ പ്രദീപികയോ ശിവസംഹിതയോ പിന്നെ ഖേരണ്ട സംഹിതയോ തുടങ്ങിയിട്ടുള്ള ഹഠയോഗ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ പതഞ്ജലിയുടെ യോഗസൂത്രം, ഇങ്ങനെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിന് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ആധുനിക വൈദ്യ രീതി പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് പറയാമെന്ന് വെച്ചാൽ ബാക്ക് ഏക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ബാക്ക് ഏക്കിനുള്ളൊരു സ്റ്റാൻഡേർഡ് എക്സസൈസാണ്. ഇത് മേയോ ക്ലിനിക്കിൽ നിന്ന് ബാക്ക് ഏക്കിന് പറഞ്ഞു കൊടുക്കുന്ന എക്സസൈസുകളുടെ ചിത്രം ഞാൻ എടുത്തു വെച്ചാണ്. അതിന് ബ്രിഡ്ജ് എക്സർസൈസ് എന്നാണ് പറയുക. ബ്രിഡ്ജ് എക്സർസൈസ്, ഈ കാണുന്ന എക്സസൈസിന് ബ്രിഡ്ജ് എക്സസൈസ് എന്ന് പറയാം. ഇത് ഏതോ കാലത്ത് തന്നെ ഫിസിയോതെറാപ്പിയും പിന്നെ ഇതുമായി ചികിത്സിക്കുന്ന ഫിസിഷ്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയാണ്. ഇതിന് തന്നെയാണ് സേതുബന്ധാസനം എന്ന് പറഞ്ഞിട്ട് ഈ സമീപകാലത്ത് പല പോസ്റ്ററുകളും ഈ പിന്നെ ഇദ്ദേഹം അയ്യങ്കാരെടുത്ത കൂട്ടത്തിൽ പല ദിക്കുന്നവരെടുത്തിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ഈസ് എൻ എക്സർസൈസ്. ഇത് നമ്മൾ വിക്കിപീഡിയ നോക്കിയാൽ കാണാം. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് പലതിലുണ്ട്, കുങ്ഫൂലും മിക്സഡ് മാർഷൽ ആർട്ട് റെസ്ലിങ്ങിലും. അത് യോഗയുടെ ആധുനിക നിർമ്മാണത്തിൽ പല ദിക്കിൽ നിന്നായി എടുത്ത കൂട്ടത്തിൽ വന്നതാണ് സേതുബന്ധാസനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംസ്കൃത പേര് ബ്രിഡ്ജ് പോസ്റ്റിനെ എടുത്തിട്ട് സേതുബന്ധനാസനം പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബ്രിഡ്ജ് സേതുബന്ധാസനം, ബ്രിഡ്ജ് പോസ്റ്റ്, സേതുബന്ധാസനം. അപ്പോൾ ഇത് അയ്യങ്കാർ ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിൽ കാണാം. അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന സേതുബന്ധാസനം, ഇത് അയ്യങ്കാർ ചെയ്ത് എങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സേതുബന്ധാസനം എന്നത് ബേസിക്കലി ബ്രിഡ്ജ് പോസ്റ്റ് തന്നെയാണ്, ബ്രിഡ്ജ് എക്സസൈസാണ്. അപ്പോൾ ഇത് ചെയ്താൽ ബാക്ക് ഏക്കിന് ഗുണമുണ്ടാവില്ലേ? ഗുണമുണ്ടാവും. പക്ഷേ അത് യോഗയുടെ ഗുണമൊന്നുമല്ല. ഇത് യോഗ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ മഴുകൊണ്ട് പായസം വെക്കണമെങ്കിൽ പായസം വെച്ചോളൂ. പക്ഷേ പായസത്തിന് വേറെ സാധനങ്ങൾ തന്നെ ചേരണം, അത് മഴുവല്ല. അപ്പോൾ ഇത് യോഗയുമായി ഒരു ബന്ധവുമില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ അവയലിൽ പല കഷ്ണങ്ങളും ചേർന്നുണ്ട്. അതിൽ ഈ തരത്തിലുള്ള പോസ്റ്റുകൾ പല ദിക്കുന്ന ചേർന്നുണ്ട്, പല ഈ പിന്നെ പല മറ്റു കായിക രൂപങ്ങളിൽ നിന്നും ഉള്ള സാധനങ്ങൾ ചേർന്നുണ്ട്. എന്ന് വെച്ച് ഇത് യോഗ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. കാര്യം എന്തൊക്കെ ഇതിൽ ഉപയോഗപ്രദമായിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി ശാസ്ത്രത്തിൽ തന്നെ ഉണ്ട്. ഈ ബാക്ക് ഏക്കിന് പ്രയോജനമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഇത് ചെയ്തിട്ട് സേതുബന്ധാസനം ചെയ്തു, ഒരു പഠനം നടക്കുകയാണ് ഇപ്പോൾ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സേതുബന്ധാസനം ചെയ്യുന്ന ആൾക്കാരെ ചെയ്തു, സേതുബന്ധാസനം ചെയ്യാത്ത ആൾക്കാർ, ലോ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരെ ചെയ്താൽ സേതുബന്ധാസനം ചെയ്ത ആൾക്കാർ നന്നായിരിക്കും, അതിലൊരു സംശയമില്ല. കാര്യം ഇത് അടിസ്ഥാനപരമായി വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. ഇത് സാന്ദർഭികമായി അതിന് യോഗ എന്നൊരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും യോഗ എന്നൊരു ഈ സാധനത്തിന് ചികിത്സയിൽ ഒരു പങ്കുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചികിത്സയിൽ എന്തെങ്കിലും തരത്തിൽ പ്രയോജനം കാണിക്കുന്നത് അത് ഈ പലതിക്കുന്ന എടുത്തതിൽ ചിലത് ഉപയോഗപ്രദമാണ്, ചിലത് ഉപയോഗപ്രദമല്ല, ചില അപകടകരമാണ്. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിൽ കയ്പൊക്കെയുണ്ട്, കഴിക്കുകയും ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ തെറാപ്പി സയൻസിൽ ഇഫക്റ്റ് ഓഫ് ബ്രിഡ്ജ് എക്സസൈസ്, അതിനെപ്പറ്റി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ബ്രിഡ്ജ് എക്സസൈസ്. അത് സേതുബന്ധാസനം എന്ന് പറഞ്ഞാൽ 10,000 കൊല്ലം മുമ്പൊക്കെ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ സാധനമല്ല. സായിപ്പും മറ്റ് പല ദിക്കിലും ഉള്ള സാധനത്തിനെ 1930-40കളിൽ
ഈ യോഗ എന്ന സാധനം ഉണ്ടാക്കിയപ്പോൾ പെറുക്കി എടുത്തും കൂടി കൂട്ടിയതാണ്. അത് നമ്മളതിൻ്റെ മുകളിൽ അതിൻ്റെ അധികാരം സ്ഥാപിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പഠനങ്ങളുടെ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കൃത്യമായി ഈ യോഗ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി വിശദമാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാണ് രാമർ പെട്രോളിൻ്റെ ഉപമ പറയുന്നത് എന്നുള്ളത്. ഇത് പല സാധനങ്ങളും ഇത് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമല്ല, ഇതൊരു കള്ളച്ചരക്കാണെന്ന് പറയുന്നത് എടുക്കണം ഞാൻ ഈ രാമർ പെട്രോൾ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിനെ പഠിക്കുന്നതിലൊരു പോയിൻറ്റുമില്ല. കാരണം ഇത് യഥാർത്ഥമായി ഒരു ഇൻഡസ്ട്രിയൽ സോൾവെൻ്റാണ്, അതിൻ്റെ പർപ്പസ് വേറെയാണ്. ഇതിനെ നിങ്ങൾ ഒരു മെഷീനിലിട്ട് ഓടിച്ച് പരീക്ഷണം നടത്തുകയെന്ന് പറഞ്ഞാൽ അതൊരു അസംബന്ധ പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നത്. അതിന് പഠിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇതിൻ്റെ ചരിത്രപരമായി നോക്കിയാൽ ഇത് അസംഗതമായ ഒരു അസംബന്ധമാണ്. അതിനെന്തിനു പഠിക്കുന്നത്? കാരണം ഇതിൽ ഉപയോഗപ്രദമായ പോസ്റ്ററുകളുണ്ട്. അത് ഒന്ന് യോഗയിൽ നിന്ന് വന്നതല്ല, ഇത് മുഴുവൻ ഉണ്ടാക്കിയ സാധനം. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ സംഗതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചരിത്രപരമായും ശരീരശാസ്ത്രപരമായും ചികിത്സക്ക് ഉപയോഗിക്കാൻ യോഗ ഒരു തരത്തിലും യോഗ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് ശുദ്ധിക്രിയകളെ കുറിച്ചിട്ടാണ്. യോഗ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നതുകൊണ്ട് ഒരുപാടുണ്ട്. ഇത് ഈ പ്യൂരിഫിക്കേഷൻസ് അതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഷഡ്കർമ്മങ്ങൾ 6 പ്യൂരിഫിക്കേഷൻസ് ഉണ്ട് ഹഠയോഗത്തിൽ. അദ്ദേഹം പറഞ്ഞ പോലെ ധൗതി, വസ്തി, നേതി, ത്രാടക, നൗളി, കപാൽഭാതി അങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നതാണ് കേൾക്കുന്നത്. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സാധനമേ അല്ല ഇത്. ഈ പഴയ ഹഠയോഗികളുടെ വളരെ വിചിത്രമായ ധാരണകൾ, ആ ഫിലോസഫിയെക്കുറിച്ച് തന്നെ ഒരു മണിക്കൂർ സംസാരിക്കാനുണ്ട്. അവരുടെ ശരീരശാസ്ത്ര ധാരണകൾ വളരെ പുരാതനമായ ധാരണകളാണ്. ശരീരത്തിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ശരീരത്തെ ശുദ്ധി ചെയ്യാൻ, അതായത് ഈ ഹഠയോഗ ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിൽ ഒന്ന് ധൗതി, അതായത് ഒരു തുണി വിഴുങ്ങുക എന്നിട്ട് വയറിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ കാര്യം പറഞ്ഞു, നേതിയുടെ കാര്യം പറഞ്ഞു. ഒന്നുകിൽ മൂക്കിലൊരു നൂലിട്ടിട്ട് ക്ലിയർ ചെയ്യാം, അതല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ചെയ്യാം. പിന്നെ എനിമ എടുക്കാം, അത് ബസ്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ധൗതി എന്നൊക്കെ പറഞ്ഞാൽ ഇത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് അശുദ്ധിയാണുള്ളത്? ഒരു അശുദ്ധിയില്ല. കാരണം അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കൊണ്ട് അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കുടലിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. അതിനകത്തൊന്നുമില്ല, ഒരു അശുദ്ധി അതിനകത്തില്ല. പക്ഷെ അവർക്ക് അറിയില്ല ഇങ്ങനെയാണ് വയറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ അറിയാത്ത കാലത്ത് ഇന്നലെ ചെയ്തൊരു അബദ്ധമാണ് ഇത് വിഴുങ്ങിയിട്ട് ശുദ്ധീകരിക്കാനുള്ളത്. ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണിത്. തുണി ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വിഴുങ്ങി ക്ലീൻ ചെയ്യാൻ അതിൻ്റെ അകത്ത് ഒരു അശുദ്ധിയും ഇല്ല. സ്റ്റൊമക്ക് വരെയല്ലേ പോവുള്ളൂ, സ്റ്റൊമക്കിൽ ഒരു അശുദ്ധിയില്ല. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം മുഴുവൻ പോയി, അതിനകത്ത് യാതൊരു അശുദ്ധി അവിടെ ഇല്ല. അപ്പോൾ പിന്നെ മൂക്ക് ശുദ്ധിയാക്കണത്, ഇത് ഖൈർനാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഖൈർനാർ പഴയ തലമുറയിലെ ആൾക്കറിയും. പിന്നെ ബോംബെയിലെ ഒരു വലിയ പ്രസിദ്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഖൈർനാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ അനധികൃത ബിൽഡിങ്ങുകളൊക്കെ പൊളിപ്പിച്ച വളരെ പ്രസിദ്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഖൈർനാർ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നൗളി ഇത് ഈ നമ്മുടെ പിന്നെ എന്താണ് പറയുക, ജലനേതി ചെയ്താൽ എന്തോ സിദ്ധി കിട്ടും എന്നൊക്കെ പറഞ്ഞില്ല. ഇതിൽ ഈ ജലനേതി ഇങ്ങനെ ചെയ്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവസാനം ശരീരത്തിൽ സോഡിയം കുറഞ്ഞ് ICU അഡ്മിറ്റായി. കാരണം ഇതൊരു അസംബന്ധമായ ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാലും എന്ത് പറ്റും, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ലവണ നിരപ്പ് അപകടത്തിലേക്ക് പോയി. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. ഇത് വേറെ ഇതൊന്നാണ്. ഇതുപോലെ ഒരു തിരി കത്തിച്ചാലേക്ക് ഇങ്ങനെ നോക്കി കണ്ണിന്ന് വെള്ളം വന്നാൽ കണ്ണ് ശുദ്ധിയായി. പഴയ ധാരണകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കപാലഭാതി എന്ന് പറഞ്ഞാൽ വയറിൽ വളരെ ശക്തിയായി ശ്വസിക്കാനുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇദ്ദേഹം പറയണെന്തറിയോ, വെയിറ്റ് കുറയാൻ കൊള്ളാം, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കും, ഗ്യാസ്ട്രിക് അസിഡിറ്റി, സിറോസിസ് ഓഫ് ലിവർ, അതിന് ചികിത്സയാണെന്നാണ് കപാൽഭാതി. പഴയകാലത്ത് അവർ ചെയ്തത് എന്തിനാണ്, ശുദ്ധി വരുത്താന്ന് പറഞ്ഞിട്ട് വളരെ ശക്തിയിൽ ഇങ്ങനെ ശ്വാസം വലിക്കാം കപാൽഭാതി ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് B മാറ്റുന്നതാണ് രാംദേവ് പറയുന്നത്. ഇതുപോലുള്ള അസംബന്ധങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇതിൻ്റെ ഒരു ഉദ്ദേശമേ അതല്ല. വളരെ ശക്തിയിൽ ശ്വാസം വലിച്ച് ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത് കപാൽഭാതി പ്രാണായാമം. പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടാവില്ല, യൂട്രസിലുള്ള മുഴകൾ മാറും എന്നൊക്കെയാണ് ഇന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കുന്നത്. ഈ തരത്തിലുള്ള അസംബന്ധ പ്രചരണം ഉള്ളതുകൊണ്ടാണ് ഇതിനെതിരെ ഒരു ബഹുമാനവും ഇല്ലാതെ പ്രതികരിക്കുന്നത്. കാരണം ഇത് അസംബന്ധമാണ്. ഇത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചുള്ള സാധനമേ അല്ല. ഇവരെ ശുദ്ധി ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പഴയ അവരുടെ വളരെ അപൂർണവും എന്താ പറയുക അടിസ്ഥാനരഹിതവുമായ ചില ശരീരധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ചില ക്രിയകൾ മാത്രമാണ് കപാൽഭാതി എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യോഗ ശാസ്ത്ര ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഈ പ്രാണായാമത്തിനെ കുറിച്ച് പറഞ്ഞു. പ്രാണായാമം, നാഡീശോധന പ്രാണായാമം നമ്മുടെ ഇയാൾ നടപ്പുള്ള യോഗ രൂപത്തിൽ ഒരു സാധനമാണ് നാഡീശോധന പ്രാണായാമം. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഇരുന്നിട്ട് ചെയ്തതാണിത്. ഒരു മൂക്കിലൂടെ വലിക്കുക, മറ്റേ മൂക്കിലൂടെ വിടുക എന്നുള്ള സംഭവം. അത് ഏതാണ്ട് 1.5 മിനിറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നാഡീശോധന പ്രാണായാമം. ഈ നാഡീശുദ്ധിയെയും കുറിച്ചിട്ട് ഇതിൽ രാജയോഗത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ യഥാശക്തി വായുവിനെ നിറക്കുക, വലത്തെ നാസാദ്വാരം തള്ളവിരലുകൾ കൊണ്ട് ഇടത്തിലൂടെ യഥാശക്തി വായുവിനെ നിറക്കുക, പിന്നെ കാലതാമസം ഒട്ടും കൂടാതെ ഇടത്തെ നാസാദ്വാരം അടച്ച് വലതിൽ കൂടി ശ്വാസം പുറത്തേക്ക് കൂടി. ഇതൊക്കെ അന്ന് ഈ ഇതിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പ്രാണായാമത്തിൻ്റെ കാര്യം. പഴയ രാജയോഗത്തിൽ തന്നെ ഉണ്ട്. ഇതാണ് മെയിൻ സ്റ്റേ ഓഫ് ഹഠ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഹഠയോഗത്തിൻ്റെ ഒരു മെയിൻ സ്റ്റേ ആണെന്നാണ് പ്രാണായാമം. ഇവരുടെ ധാരണ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 350,000 നാഡികൾ ശരീരത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തൂടെയൊക്കെ ശ്വാസം, പ്രാണൻ ഇങ്ങനെ പോകുന്നത്, ഈ വായു ഇങ്ങനെ പ്രവഹിക്കുന്നു എന്നൊക്കെയാണ് പഴയ ധാരണ. എന്തോ ശരീരം മൊത്തം ട്യൂബുകളാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 പ്രധാനം, ഇട, പിങ്ങള എന്നുള്ളത്. അപ്പോൾ അതിൽ ഒന്നിലൂടെ എയറിനെ കയറ്റി മറ്റേലൂടെ പുറത്തിറക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ട്യൂബുകൾ കംപ്ലീറ്റ് ക്ലീൻ ആവുന്നതാണ് പഴയ ഒരു ധാരണയാണ്, പഴയ ശരീരധാരണയാണ്. അന്ന് ശരീരത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. ഇത് മുഴുവൻ അസംബന്ധമാണ് എന്ന് മനസ്സിലായിട്ടാണ് നമ്മുടെ ദയാനന്ദ സരസ്വതി പണ്ട് ഹഠയോ പ്രതിഭയോ ഒക്കെ കീറി ഗംഗയിൽ വലിച്ചെറിഞ്ഞത്. നമ്മളൊന്നുമല്ല, ഈ ശാസ്ത്രീയ മനോവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാനൊന്നുമല്ല ഇതൊന്നും ചെയ്തത്. ഒരു 100-200 കൊല്ലം മുമ്പേ ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞുള്ള സന്യാസി യഥാർത്ഥത്തിലുള്ള ഈ സിദ്ധികളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹിമാലയ ഭാഗത്തൊക്കെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം ഇതൊക്കെ അസംബന്ധമാണ് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു ശവശരീരം, ഗംഗയിൽ ശവശരീരം കിട്ടും, കീറി പരിശോധിച്ചു ഈ ചക്രവും ഈ നാടിയും ഒക്കെ ഉള്ളതാണോ എന്ന്. ഇതൊക്കെ അസംബന്ധം മനസ്സിലായി. മൂപ്പര് ആ പുസ്തകം മുഴുവൻ ഗംഗയിൽ വലിച്ചെറിയുന്ന. ഇന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. ഇന്നും നമ്മുടെ ആൾക്കാർ പക്ഷേ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് ഇത് ഭയങ്കര യോഗ, ഭയങ്കര ചികിത്സയാണ്, ആനയാണ്, കുതിരയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ നടക്കും. അപ്പോൾ ഇതാണ് നാഡി. ഈ ശിവസംഹിതയിൽ പറഞ്ഞത് ഇട, പിങ്ങള എന്നുള്ളതൊക്കെ. ഇട ലെഫ്റ്റ് സൈഡ് ഇടത്ത് ഭാഗത്താണ്, അത് വലത്ത് മൂക്കിൽ തുറക്കുന്നു. പിങ്കള എന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്താണ്, അത് ചുരുണ്ട് വന്ന് ഇടത്ത് ഭാഗത്ത് തുറക്കുന്നു. അപ്പോൾ ഇത് രണ്ടിലൂടെയും ശ്വസിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് നാഡി, അപ്പോൾ സുഷുമ്നയുടെ ഇടയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇംപ്യൂരിറ്റീസ് ഓഫ് ദ നാഡിയിലെ, അതാണ് നാഡീശുദ്ധി പ്രാണായാമം എന്നാണ് പ്രധാനമന്ത്രി അനൗൺസ് ചെയ്ത് പറഞ്ഞത്. നാഡീശുദ്ധി, നാഡി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, അതൊക്കെ പഴയ ഭാവനകളാണ്. അപ്പോൾ ഈ നാഡീശുദ്ധിക്ക് വേണ്ടിയാണ് ഇവിടെ പ്രധാനമന്ത്രിയും ആൾക്കാരൊക്കെ കൂടെ ചെയ്യുന്നത്. ഇതാണ് ഇന്നും ചെയ്യുന്നത്. എല്ലാം രാവിലെ എണീറ്റ് ഒരു ഭാഗത്തൂടെ മൂക്കിലൂടെ വെച്ച് മറ്റേ ഭാഗത്തൂടെ വിടുകയാണ്. ഏത് പുരാതനമായ ധാരണയുടെ പുറത്താണ്. അപ്പോൾ ശിവസംഹിതയെ കുറിച്ച് വളരെ വിശദമാകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നാഡീസ് ഓഫ് ദ ബോഡി വിൽ ബി റെഡിലി ആൻഡ് ഷുവർലി ബി പ്യൂരിഫൈഡ്. ഈ മൂക്കിലൂടെ വലിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ, മറ്റേലൂടെ മൂക്കിലൂടെ വിട്ട് കഴിഞ്ഞാൽ നാഡികൾ മുഴുവൻ ശുദ്ധിയാവും എന്നാണ് ധാരണ. സംഗതി വലിച്ചേനെ എങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിലെ ശ്വസന വ്യവസ്ഥ കൂറയുടേതായിരുന്നെങ്കിൽ, ഇവിടെ കൂറാന്നാണോ പാറ്റാന്നാണോ പറയുന്നത് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ശരീരത്തിലൂടെ എയർ പോകുന്നത് ഇങ്ങനെ കുഴലിലൂടെയാണ്. ഒരു കുഴലിങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെ ഒരുപാട് കുഴലുകളിലൂടെയാണ് അതിൻ്റെ എയർ സഞ്ചാരം. മനുഷ്യൻ്റെ ഇങ്ങനെയല്ല. മനുഷ്യൻ്റെ എങ്ങനെയാണ്, നമ്മൾ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് പിന്നോക്കം പോയാൽ പിന്നെ ഇടത്തും വലത്തൊന്നുമില്ല, അവിടെ ഒരേ ഐക്യം തന്നെയാണ്. ഇടത്ത് പക്ഷം വലത് പക്ഷമൊന്നുമില്ല. ഒരു ഇവിടുന്ന് 4 ഇഞ്ച് പിന്നോട്ട് പോയാൽ പിന്നെ ഒക്കൊന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളടത്ത് ഒരു ഭാഗത്തൂടെ വലിച്ച് പിന്നെ മറ്റേ ഭാഗത്തൂടെ വരുമ്പോഴേക്കും ഇത് ഒരേ ലാരിങ്സിലൂടെ ഒരേ ട്രക്കിയയിലൂടെ പോയി 2 ലങ്ങിലേക്ക് പോകണം. അല്ലാണ്ട് ഇടത്ത് ഭാഗത്തൂടെ മുഴുവൻ ഈ ഭാഗത്തേക്കും അങ്ങനെ പോകാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ശ്വാസവായുവിന് പോകാനും വരാനൊക്കെ മനുഷ്യന് ഒരു വഴിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്നുകൂടെ വലിച്ച് മറ്റേലൂടെ വിട്ടുന്ന നാഡി ശുദ്ധിയാവാൻ നാഡിയില്ല. ഒന്നാമത് ഇതിലൂടെ വിട്ടിട്ട് അതിങ്ങനെ പോയി വരാൻ കുഴലുകളല്ല ശരീരത്തിനകത്ത്. ഇത്തരമുള്ള അടിസ്ഥാനപരമായ ധാരണകൾ പോലും ഇല്ലാത്ത കാലത്താണ് ഈ യോഗ ധാരണകളൊക്കെ വികസിച്ച് വന്നിട്ടുള്ളത്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഇതിനൊക്കെയാണ് എന്തോ മഹാസംഭവമായി നമ്മൾ പൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബഷീറിൻ്റെ ഒരു കഥയുണ്ട്. മണ്ടമുത്തപ്പ സിഗരറ്റ് വലിക്കാൻ പഠിച്ചത്. വായിലൂടെ സിഗരറ്റ് വലിച്ചിട്ട് മൂക്കിലൂടെ വിടുന്ന ഒരു വിദ്യ പഠിപ്പിച്ചിട്ട് അതിന് മണ്ടൻ ആറാം പറഞ്ഞാൽ നമുക്ക് 10 അണ തരാനുണ്ട് ഒരു കണക്ക് പറയും മണ്ടമുത്തപ്പ. കാരണം അതൊരു വലിയ വിദ്യ എന്ന് വെച്ചിരിക്കുന്നത്. വായിലൂടെ വെച്ചിട്ട് മൂക്കിലൂടെ വിടുക. അപ്പോൾ അത് ഏറ്റവും വലിയ മണ്ടൻ മാത്രമല്ലേ അങ്ങനെ ചെയ്യുള്ളൂ. എന്നാൽ ഇന്ന് ലോകത്തൊക്കെ ഇന്ത്യയിലൊക്കെ മണ്ടന്മാരാണ്. ഈ ഒരു ഭാഗത്തൂടെ വലിച്ച് മറ്റേ ഭാഗത്തൂടെ മൂക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബാംഗ്ലൂർ പോയി നിൽക്കുക, ഈ വലിയ ശിബിരങ്ങളിൽ പോയി പഠിക്കുക, അവിടെ ഒരാളെ നിങ്ങൾ കാണിക്കുക, നമ്മൾ പൊട്ടന്മാർ ഇങ്ങനെ ആവർത്തിക്കുക. മണ്ടമുത്തപ്പയേക്കാളും വലിയ മണ്ടന്മാരല്ലോ നമ്മൾ. ഇത് വലിയ മണ്ടന്മാരുണ്ടോ? അപ്പോൾ ഇതാണ് ബഷീർ പറഞ്ഞത്, മണ്ടമുത്തപ്പ എന്ന മാന്യന് എവിടെ നിന്നാണ് ബുദ്ധി? നല്ല മാണിക്കാത്ത കാശ് കൊടുത്ത് ബീഡി വെച്ച് മൂക്കിൽ കൂടി പൗവം മേടിച്ച് യോഗ്യനല്ലേ? ഇത്രയും വലിയ, അതിലും വലിയ യോഗ്യന്മാരാണ് നമ്മൾ. ഒരു ഭാഗത്തൂടെ വലിച്ചിട്ട് മറ്റേ ഭാഗത്തൂടെ ഇവിടെ പഠിക്കുന്ന മാന്യന്മാർ. മണ്ടമുത്തപ്പ ബുദ്ധിമാനല്ലെന്നും ഒറ്റക്കണ്ണം പോക്കർക്ക് ഭംഗിയായിട്ട് അറിയാം. ഇതിലും ഭംഗിയായിട്ട് അറിയാം നമ്മുടെ യോഗാചാര്യന്മാർക്ക്. ഇതിലൂടെ വലിച്ച് മറ്റേവിടെ വിടുന്നതിന് കാശ് കൊടുക്കുന്ന മണ്ടന്മാരാണ് നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ശാസ്ത്ര ചിത്തവൃത്തി നിരോധം. അതാണ് ഇന്നത്തെ യോഗ എന്ന് പറയുന്നത്.
ഇതാണ് ദയാനന്ദ സരസ്വതി ഹഠയോഗ ഗ്രന്ഥങ്ങൾ നദിയിലേറി എന്ന് പറയുന്നത്. 1824 മുതൽ 1883 ഇന്ന് കാണുന്ന നവീന യോഗയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ അയ്യങ്കാരുടെ ഗുരു പോലും രംഗത്തെത്തുന്നതിന് മുമ്പേ ദയാനന്ദ സരസ്വതി കീറി വലിച്ചെറിഞ്ഞ സാധനമാണ് യോഗ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ പോയ അന്തല്ല. സമയമായി. അപ്പോൾ നന്ദി, നമസ്കാരം. ഇനി എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. താങ്ക് യു. ചോദ്യങ്ങളൊന്നും ഇതുവരെ ആരും തന്നിട്ടില്ല. ഏതായാലും നമ്മൾ ഇവിടുത്തെ ചെറിയൊരു നിർദ്ദേശം വന്നത്, ഇവിടെ വന്നു നിന്ന് ചോദ്യങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും സാധ്യമല്ല. കാരണം ഓരോരുത്തർക്കും അങ്ങനെ വന്ന് ചോദ്യങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സമയം നമ്മൾ രണ്ടു കൂട്ടർക്കുമായിട്ട് വിധിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 മണിയായി. നമുക്കൊരു ഏകദേശം ഒരു 40 മിനിറ്റ് കൂടി പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തരിക. അതല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും കൂടി ബാക്കിയുള്ള സമയം 20 മിനിറ്റ് വീതം രണ്ടു കൂട്ടർക്കും അനുവദിച്ച് കൊടുക്കുകയായിരിക്കും. ആദ്യം നമ്മളോട് ഡോക്ടർ വിനോദ് കുമാർ സംസാരിക്കും. സാറ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം, ഇടയ്ക്ക് സാറ് ഞാനത് ആരോടുമുള്ളൊരു വിയോജിപ്പായിട്ട് പറയല്ല. ഞാനും സാറ് പറയുന്ന വിഷയങ്ങൾ ആലോചിക്കുന്ന ഒരാളാണ്. സാറ് പറയുന്ന പല വിഷയങ്ങൾ നമ്മൾ ആലോചിക്കുന്നതാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ശാസ്ത്ര സംവാദങ്ങളിൽ വരുന്നൊരു വിഷയമാണ്, ഒരു സാധനത്തെ ഇല്ല എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണെന്ന്. ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഇല്ല എന്ന് പറയുന്നത്. മനുഷ്യ അവസ്ഥകളെ നെഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യ അവസ്ഥകളെ അല്ലെങ്കിൽ മനുഷ്യനുള്ള പ്രയോജനങ്ങളെ ഇല്ല എന്ന് പറയുന്ന അതാണ് ഈ നമ്മുടെ ന്യായത്തിൻ്റെ രീതി അനുസരിച്ച് അന്വയം വ്യതിരേകമെന്ന് പറയും. ഒരു കാര്യത്തോട് യോജിക്കാൻ എളുപ്പമാണ്, വിയോജിക്കാൻ കുറച്ചും കൂടെ തെളിവുകളുടെ ആവശ്യമുണ്ട്. ഇപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ പരിഷത്തൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന പല കാര്യങ്ങളും അതിനൊക്കെ നമുക്ക് ഒരു മറുപടിയേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരു കാര്യം ഇല്ലാത്ത കാര്യം എങ്ങനെ ഇല്ല എന്ന് പറയാം എന്നാണ് പരിഷത്ത് ചോദിക്കുക. പരിഷത്ത് ചോദിക്കുന്നൊരു കാര്യം അതാ, ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് ഇല്ലയെന്ന് തെളിയിക്കുക. ഉണ്ടെന്നുള്ള കാര്യം ഉണ്ടെന്ന് തെളിയിക്കാം. ഇല്ല, അതൊരു രീതിയുടെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് തീർത്തും പ്രയോജനരഹിതമാണ് എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് കൈയടിക്കരുത്. ഞാൻ അതും കൂടെ പറയാനാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് ചില ആൾക്കാർ കൈയടിച്ചപ്പോൾ എൻ്റെ ഇമ്പ്രഷൻ മുഴുവൻ പോയി. കാരണം അങ്ങനെ ഒരു ശാസ്ത്ര പ്രസ്താവനയ്ക്ക് കൈയടിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശാസ്ത്ര പ്രസ്താവനയുടെ കൈയടിയോടല്ല കാണേണ്ടത്. ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു വിഷയമാണ്. ആയുർവേദത്തെയോ യോഗയോ മഹത്വവൽക്കരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ ആ കാറ്റഗറിയിൽപ്പെട്ട ആളല്ല. ഭ്രാമരിയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇന്നത്തെ ആരോഗ്യരംഗത്ത് കുറച്ചും കൂടി എന്താ പറയുക, വളരെ കമ്പാർട്ട്മെൻ്റലൈസായിട്ട് ആലോചിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില ആലോചനകൾ ആവശ്യമാണ് എന്ന് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. ഇത് നമുക്ക് വിളിച്ചു പറയാൻ വഴികളില്ല. അതിന് ആകെയുള്ള വഴി എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം നമ്മുടെ കയ്യിലേക്ക് തന്ന ചില മെത്തഡോളജീസ് മാത്രമാണ്. അതിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാഡീശുദ്ധി പ്രാണായാമം തെറ്റാണെന്ന് പറയുന്നതിന് പകരം നാഡീശുദ്ധി പ്രാണായാമം കൊണ്ട് ചെയ്ത ഒരു സ്റ്റഡി അന്വേഷിച്ചിട്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പം മോഡേൺ സയൻസ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കെ നേരത്തെ തെറ്റാണെന്ന് ശരിയാണെന്ന് പറഞ്ഞ കാര്യം പിന്നീടും തെറ്റാണെന്ന് തെളിയിക്കുകയും നേരത്തെ തെറ്റാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തൊരു കാര്യം പിന്നീട് ശരിയായിട്ട് പരിഗണിക്കുന്നതിന് പകരം അതിന് ഏറ്റവും നല്ല വഴി എന്താ, എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കലല്ലേ. എൻ്റെ വാദം ഇപ്പോഴും അവിടെയാണ്. എങ്ങനെ ഇത് ശരിയാണെന്ന് തെളിയിക്കും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. സാറിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ശ്വാസോച്ഛ്വാസം എന്നുള്ളത് അല്ലെങ്കിൽ പ്രാണായാമം എന്നുള്ളത് പ്രച്ഛർദന വിധാരണാഭ്യാം വാ പ്രാണസ്യ എന്ന് പറയുന്ന ഒറ്റ സൂത്രത്തിലാണ് ഇതിൽ പറയുന്നത്, യോഗസൂത്രത്തിൽ പറയുന്നത്. അതായത് പ്രാണനെ സ്വീകരിക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടും എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അത് പൂർണ്ണമായും ശരിയുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിച്ചതും കുംഭകം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നതൊക്കെ പിന്നീട് വന്ന സംഗതികളാണ്. അപ്പോൾ നമ്മളിപ്പോഴും
പിന്നെ തിയററ്റിക്കലി നിൽക്കുന്നത് യോഗസൂത്രത്തിൻ്റെ കൂടെയാണ്. യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തിയറിയുടെ ബേസിൽ പ്രാക്ടിക്കൽ ഇംപ്ലിമേഷൻസ് പിന്നെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ യോഗ അല്ല എന്ന് പറയുക? ഇതാണ് ചോദ്യം. അതായത് 5 ഡയമെൻഷൻസിൽ ആൾക്കാരെ കാണണമെന്ന് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യം. ഓക്കെ, തിയററ്റിക്കലി ഇപ്പോൾ ഈ പ്രശ്നം ത്രിദോഷ സിദ്ധാന്തത്തിനുണ്ട്, ആയുർവേദത്തിലുണ്ട്. സാറ് ത്രിദോഷത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ത്രിദോഷ സിദ്ധാന്തത്തിന് ഈ പ്രശ്നമുണ്ട്. കാരണം ഈ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതുപോലുള്ള സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സമയത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എക്സസൈസ് ആണെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ ഏത് ശാസ്ത്രത്തെയാണോ സ്വീകരിക്കുന്നത് അതാണ്, ആ ശാസ്ത്രത്തിലാണ് നമ്മൾ ഊന്നി നിൽക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം. അതനുസരിച്ചാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. BAMS സിലബസിൻ്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞു. സിലബസിൽ പുസ്തകങ്ങൾ എങ്ങനെയാണ് സിലബസിൽ വരുന്നതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് സിലബസിൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തപ്പെടുന്നത്. മാത്രമല്ല ഈ പഴയ പുസ്തകങ്ങൾ മാത്രം നോക്കാതെ പുതിയ പുസ്തകങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. സാറ് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയണം. ബാംഗ്ലൂരിൽ നടന്ന റിസർച്ചസിൽ എത്ര റിസർച്ചസിൻ്റെ പേപ്പർ സാറ് നോക്കിയിട്ടുണ്ട് പറയണം. ഈ പിന്നെ ഹഠയോഗ പ്രദീപിക ലൈറ്റ് ഓൺ യോഗയ്ക്കോ ശേഷം ഇറങ്ങിയ പുതിയ മെത്തേഡിൽ നമ്മൾ യോഗത്തെ അല്ലെങ്കിൽ യോഗ പ്രിൻസിപ്പിൾ അനുസരിച്ച് അഡോപ്റ്റ് ചെയ്ത മൊഡാലിറ്റീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ ലിറ്ററേച്ചർ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ഉന്നയിക്കുന്നില്ല? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആയുർവേദത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത മാതൃഭൂമിയിലൊക്കെ നടന്നൊരു വിഷയം, ആയുർവേദത്തെ ഇന്നത്തെ ക്യാമ്പസിൽ എങ്ങനെ പഠിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അഷ്ടാംഗഹൃദയം എന്നുള്ള പുസ്തകത്തിൽ സാറിപ്പോൾ പറഞ്ഞു സുശ്രുത സംഹിതയിലെ കുഴി കുഴിക്കാനാണ് പറയുന്നത്. കുഴി കുഴിക്കാൻ അന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന് പറയുന്നത് നടക്കുന്നതായിരിക്കും. അതിൻ്റെ എന്തിന് എന്നുള്ളതല്ലേ വിഷയം. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് എന്താണ് അർശരോഗത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അർശരോഗം വരാൻ പാടില്ലല്ലോ. ഒരു കാരണം കേട്ടെ, പല കാരണങ്ങളിലൊന്ന് അർശസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഷ്ടാംഗഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അർശസ് ഉണ്ടാവാൻ പാടില്ലല്ലോ, ആ കാരണം ഒന്നുമില്ലല്ലോ, കുതിരകളില്ല എന്ന് പറയുന്നത് പോലെയാണ്. കാരണം അവിടെ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ സോഷ്യൽ വാലിഡിറ്റി ഇന്നില്ലെങ്കിൽ ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ക്യാമ്പസുകളിൽ പഠിക്കുന്ന സമയം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BNYS എന്നുള്ള കോഴ്സിൻ്റെ സ്ട്രക്ചർ സാറ് നോക്കണം. BAMS പിന്നെ 2 പുസ്തകങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഏത് പുസ്തകമാണ് പഠിക്കുന്നത് എന്നുള്ളത്, പുസ്തകങ്ങൾ ഒരു സിലബസിൽ കയറി വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സിലബസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും പുസ്തകത്തിൻ്റെ മുതലാളിമാർക്കും കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അത് ഇന്നത്തെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നടക്കുന്നത്. അതിൽ യോഗിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസിനെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് ചോദിക്കാനുള്ളത് ഒരാളെ വിലയിരുത്തണമെങ്കിൽ 5 ലെവൽസ് ആവശ്യമുണ്ട് എന്നുള്ള പ്രിൻസിപ്പിളിനെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? അത്തരം ചർച്ചകൾ വരുന്നില്ല. ആ ചർച്ച വരുന്നില്ല. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അന്നമയകോശം പ്രാണായാമം ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അംഗീകരിക്കാമോ? അതാണല്ലോ ബേസിക് പ്രിൻസിപ്പിൾ. അതിൻ്റെ മേലെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് വരുന്ന അനാറ്റമി ഫിസിയോളജി പഠിക്കണം. ശരി തന്നെയാണ്. അനാറ്റമി ഫിസിയോളജി പഠിക്കാത്തതുകൊണ്ടുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ പഠിച്ചതിന് ശേഷം കറക്റ്റ് ചെയ്യാനാണ് വേണ്ടത്. ഇതൊരു ട്യൂബ് വിഷനാണ്. കൈയടിച്ചതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് അപ്പുറത്ത് കൈയടിക്കുന്ന പോലെ തന്നെ ഇവിടെയും കൈയടിക്കുന്നത്. ഇത് യുക്തിവാദത്തിൻ്റെ പേരിൽ കൈയടിക്കുന്നു, മറ്റേ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കൈയടിക്കുന്നു. രണ്ടും ഒരുപോലെ തന്നെ ഞാൻ പറയാം. രണ്ടും അന്ധവിശ്വാസങ്ങളാണ്. എൻ്റെ അവസാനത്തെ സ്ലൈഡ് അതായിരുന്നു. യുക്തിസഹമായ അന്ധവിശ്വാസം പലരുടെയും മനസ്സിലുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് ഡയലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ച് ഒന്നുകൂടെ പറയാം. അപ്പോൾ BAMS പഠിക്കുന്നത് പിന്നെ ഹഠയോഗ പ്രദീപിക എന്നുള്ള സംഗതികൾ പഠിക്കുന്നുണ്ട്. അതിന് ശേഷം വന്ന ഡെവലപ്മെൻറ്റ്സും കൂടെ പഠിക്കുന്നുണ്ട്. ക്ലിനിക്കൽ യോഗ ആൻഡ് ആയുർവേദ എന്ന് പറയുന്നൊരു പുസ്തകം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ സാറ് വായിച്ച് നോക്കണം. BAMS സിലബസിൽ ക്ലിനിക്കൽ യോഗ എന്ന് പറയുന്നൊരു ബുക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ സാറ് വായിച്ച് നോക്കണം. പുതിയ പുസ്തകം കൂടെ വായിക്കണം. പിന്നെ ഡയബറ്റീസിൽ ഈ സാധനം ഈ വയറ് ചുരുക്കി ചെയ്യുന്നു എന്ന് പറയുന്നത് സാറ് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഡയബറ്റീസിനെ നമ്മൾ അങ്ങനെയല്ല സമീപിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇതിലെങ്കിലും സമീപിക്കുന്നത് അങ്ങനെയല്ല. ഒരു ആസനം ചെയ്തിട്ട് വയറ് ചുരുക്കിയിട്ട് ഡയബറ്റീസ് മാറ്റാമെന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. അങ്ങനെയുള്ള ഒരു അവകാശവാദങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല. അതിനൊരു സമഗ്രം എന്ന് നമ്മൾ സാധാരണ പറയുന്ന കോംപ്രിഹെൻസീവ് ആയിരിക്കുന്ന ഒരു അപ്രോച്ച് തന്നെയാണ് വേണ്ടത്. അത് പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എന്ന് പറയുന്നത് യോഗ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതി ആയതുകൊണ്ട് അതിന് നമുക്ക് യോഗമെന്ന് വിളിക്കാമെന്ന് മാത്രം. പ്രമേഹ ചികിത്സയുടെ കാര്യം പറഞ്ഞു, ദൈവത്തിൻ്റെ കാര്യം സാറ് പറഞ്ഞു. അതൊക്കെ പിന്നെ കൃത്യമാണ്. കാരണം
അതൊക്കെ പറയുന്നതും സാറ് നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞന്മാർ, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്. വലിയ വലിയ ഡോക്ടേഴ്സാണ് വന്നിട്ട് പറയുന്നത്. കണ്ടില്ലേ, പിന്നെ ആറ്റം കഴിഞ്ഞാൽ എന്താണ്, കെമിസ്ട്രി എന്ന് പറയുന്നത്, പിന്നെ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ഭാരതീയ ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആറ്റത്തെ ഇങ്ങനെ മുറിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ശൂന്യതയിലാണ്. ആ ശൂന്യത എന്ന് പറയുന്നതിൻ്റെ പുതിയ പേരാണ്, അല്ലെങ്കിൽ ഇത് ആറ്റത്തിന് ശേഷം എത്തുന്ന അവസ്ഥ ക്വാണ്ടമാണ്. ഈ ക്വാണ്ടം എന്ന് പറയുന്നതിൻ്റെ പഴയ പേരാണ് സച്ചിദാനന്ദ സ്വരൂപം. എല്ലാവർക്കും സമാധാനമായി, കയ്യടിയും കിട്ടും വേണമെങ്കിൽ. സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ്. അത് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും 3 ആൾക്കാർ ആവശ്യമുണ്ടായിരുന്നു. ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം. BKS അയ്യങ്കാരുടെ പുസ്തകത്തിലെ വിശ്വനാഥൻ ഡോക്ടർ അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളോട് യോജിക്കുന്നു എന്ന് ഡോക്ടർ വിനോദ് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ പുസ്തകം പഠിപ്പിക്കുമ്പോൾ അതിൽ ചിലതൊക്കെ തെറ്റാണെന്നുള്ള യാഥാർത്ഥ്യം വിദ്യാർത്ഥികളോട് പറയാറുണ്ടോ? ഇല്ലെങ്കിൽ അതൊരു വഞ്ചനയല്ലേ? സത്യമാണ്. അതങ്ങനെ നമ്മൾ ഇപ്പോൾ ആയുർവേദം പോലും ആയുർവേദത്തിൽ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും കൂടെ ഇവിടെ റെഫറൻസാണ്. കാരണം ഒരു പുസ്തകത്തിൽ ഇപ്പോൾ BKS അയ്യങ്കാർ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഇന്നാൾ പറഞ്ഞു എന്നോ ഉള്ളതല്ല സിലബസിലെ പോർഷൻ. സിലബസിലെ പോർഷൻ എന്താ? ക്ലിനിക്കൽ യോഗ എന്നുള്ളതാണ് സിലബസിലെ പോർഷൻ. എങ്ങനെയാണ് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് യോഗ ഉപയോഗിക്കുക എന്നുള്ളതാണ് സിലബസിലെ പോർഷൻ. അതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൊഡ്യൂൾസാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് പിന്നെ BKS അയ്യങ്കാരുടെ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അതിലുള്ള കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഒരു ശാസ്ത്രത്തിലും അങ്ങനെയല്ല സംഗതികൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. ഇത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ത്രിദോഷ സിദ്ധാന്തം എന്ന് പറയുന്നൊരു സിദ്ധാന്തത്തെ ആയുർവേദത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ ഇത്തരം സിദ്ധാന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് സമ്മതിച്ചാൽ തന്നെ അതിലുള്ള പിന്നെ എന്തിനാ അനാറ്റമി ഫിസിയോളജി പഠിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതിനാണ് അത് മാത്രം പഠിച്ചാൽ പോരെ. ഇപ്പോൾ പാറ്റയുടെ കാര്യം പറഞ്ഞു, പാറ്റയുടെ സ്ട്രക്ചറാണ് ഇതിനെന്ന് പഠിച്ച് സമ്മതിച്ചാൽ പോരെ. പിന്നെ എന്തിന് അനാറ്റമി ഫിസിയോളജി പഠിപ്പിക്കുന്നു? അപ്ഡേറ്റഡ് ആയിട്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്, പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആയുർവേദത്തിലും യോഗത്തിലും അനാറ്റമി ഫിസിയോളജി പഠിപ്പിക്കുന്നില്ല. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. പ്രാചീനമായിട്ട് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോഴും പാകപ്പിഴകളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ പഠിപ്പിക്കുന്നതിൽ പാകപ്പിഴകൾ ഉണ്ടായിരിക്കാം. ആ പാകപ്പിഴകൾ കൊണ്ട് മാത്രം നള്ളിഫൈ ചെയ്യേണ്ടുന്ന ഒരു സിസ്റ്റം അല്ല ആയുർവേദം യോഗം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് കാരണം ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ തിരിച്ചപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ അനാറ്റമി ഫിസിയോളജി മാത്രം പഠിക്കുകയും ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ സാറ് പറയുന്ന പോലെ തന്നെ എനിക്കും തെളിയിക്കാം ഇത് തെറ്റാണെന്ന്. അതിനൊരു സംശയമില്ല. പക്ഷേ അപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ള പരിശോധന ചില മതശാസനത്തെ പോലെ ഈ സാധനത്തെ കൈകാര്യം ചെയ്യുന്നവരെ എതിർക്കുന്നതിലൂടെ മാത്രം ഈ സാധനം അശാസ്ത്രീയമാണെന്ന്, ഈ സാധനം വാലിഡ് അല്ല എന്ന് തെളിയിക്കുന്നതിൽ അതിലൊരു അസംബന്ധമുണ്ട്. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകം ഇന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സത്യം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് അങ്ങനെയൊരു സാറ് പറയുന്നതിൽ പിന്നെ അനാറ്റമിയുടെ നോളജ് ഇല്ലാതെയാണ് എഴുതിയത്. ശരിയാണ്. അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാൻ കൂടി സാറ് ബാധ്യസ്ഥനാവണം. പരിഷത്തിനെ പോലെ യുക്തിവാദി സംഘത്തിനെ പോലുള്ള ആൾക്കാരോട് എനിക്കുള്ള അഭ്യർത്ഥന, പല പരിഷത്ത് വേദികളിൽ ഇത് പറഞ്ഞ് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ആയുർവേദത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ഉള്ള സൗമനസ്യം ഇത്തരം ആൾക്കാർ കാണിക്കണം എന്നുള്ളത് മാത്രമാണ്. കാരണം ഇതൊന്നും ലീക്ക് പ്രൂഫ് ചെയ്തിട്ട് സാറിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താ, സാറ് പറയുന്നതിൽ ആ പറയുന്ന പ്രസ്താവനയിൽ ഇപ്പോൾ BKS അയ്യങ്കാർ ഒരിക്കലും ഡോക്ടറല്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ധാരണ, അല്ലെങ്കിൽ ഹടയോഗ പ്രദീപ് എഴുതിയ ലൈറ്റോണോഗ എഴുതിയതോ അല്ല ആത്മരാമനോ ഒന്നും ഇന്ന് മോഡേൺ അനാറ്റമി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എഴുതിയത്. പക്ഷേ ഇന്ന് ഇതെങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളൊരു വിഷയം പരിശോധിക്കാൻ തയ്യാറാകണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാനുള്ളത്. നാഡിയുടെ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെ സാറേ, നാഡീശുദ്ധി പ്രാണായാമം എഫക്റ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? അല്ല, അതിപ്പോൾ ഈ അടച്ച് ഒരു ശാസ്ത്രം, ഇത് ശാസ്ത്രമല്ല, ഇത് ലോജിക്കലല്ല എന്ന് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് പറയുന്നവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാറിനോടുള്ള സ്നേഹം വെച്ചിട്ട് പറയാം. അങ്ങനെ പറയുന്നവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചും കൂടി വിശാലമായിരിക്കുന്ന അർത്ഥത്തിൽ ഈ സാധനങ്ങളെ കാണണം. അത് പറയാൻ കാരണം ഈ പ്രിൻസിപ്പിൾ
വാലിഡാണ് എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകളായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്, റിസർച്ചിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അത് അപ്പോൾ റിസർച്ച് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിത് ആകെ കൂടി കുറച്ച് പേരല്ലേ ഉള്ളൂ, എതിരാളികളല്ലേ കൂടുതൽ, ആ കൂടെ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. കപാലഭാതി സിറോസിസ് ലിവറിന് എഫക്റ്റീവ് ആണെന്നുള്ളത് ഇതിൻ്റെയൊക്കെ നയം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഒരു ഡിസീസിന് ഒരു സാധനം എഫക്റ്റീവ് ആണെന്നുള്ള പ്രചാരണങ്ങൾ തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ലാത്ത രീതിയിൽ ഇതിനെ പരിശോധിക്കാൻ തയ്യാറാവുന്നിടത്തോളം കാലം ഇത്തരം ചർച്ചകൾ അവസാനിക്കുന്നത് ഇത്തരം വാദങ്ങളിൽ തന്നെ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ചരിത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ശാസ്ത്രത്തെ സാർ എന്തുകൊണ്ട് പുതിയ പുസ്തകങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ചോദ്യം. സേതുബന്ധാസനം ശരിയാണ്, ബ്രിഡ്ജ് പോസ്റ്ററാണ്. പക്ഷെ അവിടെ ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ സാധനം അഡോപ്റ്റ് ചെയ്തതെന്നുള്ളത് പരിശോധിക്കണം എന്നാണ് പറയുന്നത്. സേതുബന്ധാസനം എന്നുള്ളത് ബ്രിഡ്ജ് പോസ്റ്റർ എന്ന് പറയുന്ന എക്സസൈസ്, അതായത് മുകളിലേക്കും താഴത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നൊരു സാധനം, സേതുബന്ധാസനം ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും സാറ് ഒരാസനമെങ്കിലും എൻ്റെ കീഴിൽ ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. സാർ പ്രിജുഡിസ്ഡായിട്ട് ചെയ്യരുത്. ഇത് എൻ്റെ കഴിവായിട്ട് പറയല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇത് എഫക്റ്റ് ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടുള്ളൊരു ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതാണ്. എഫക്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട്, വേറെ ഒന്നും അതിൻ്റെ പുറത്തല്ല, എഫക്റ്റ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടുള്ളൊരു ആത്മവിശ്വാസം കൊണ്ട് പറയുകയാണ്. സാർ ഒരു ദിവസം എൻ്റേതല്ല, ഞാനല്ല ഇവിടുത്തെ ആൾ, ഞാൻ അവിടുത്തെ ഒരു പ്രവർത്തകൻ മാത്രമാണ്. അവിടെ വരികയും ഒരു ദിവസം ഒരു മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് വ്യക്തിപരമല്ല, ഇത് സമീപനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഈ ഭാരതീയ വൈദ്യശാസ്ത്രങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പ്രഖ്യാപിത യുക്തിവാദികൾക്ക് അവരുടേതായിട്ടുള്ള കൺവിക്ഷൻസ് ഉണ്ട്. അതും ഒരുതരം വിശ്വാസമാണ്, അതും ഒരുതരം അന്ധവിശ്വാസമാണ്. ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിലെ ഇത് വന്നപ്പോൾ ഒരു മറുപടി എഴുതിയിരുന്നു, ഭാഗ്യവശാലും അവർ പ്രസിദ്ധീകരിച്ചില്ല. അതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ഇതാണ്: ആയുർവേദം പോലെയുള്ള ഭാരതീയ ശാസ്ത്രങ്ങളെ പരിഗണിക്കുന്നതിൽ ഈ ഒരു ഭാഗത്ത് ഇത് മുഴുവൻ ശരിയാണെന്ന് പറയുന്ന ഒരു കണ്ണടച്ച് ശരിയാണെന്ന് പറയുന്നവരും, ആ അഷ്ടാംഗ ഹൃദയം പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഭാഗത്തും, അഷ്ടാംഗ ഹൃദയം പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു ഭാഗത്തും നിൽക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ് ഞങ്ങളെപ്പോലുള്ള അനുഭവിക്കുന്നത്. കാരണം മാനസികമായിട്ട് യുക്തിവാദത്തിൻ്റെ പിറകിലെ പോകണമെന്നാണ് നമ്മുടെയൊക്കെ മനസ്സുകൊണ്ടുള്ളൊരാഗ്രഹം. ആയുർവേദത്തിൽ വന്നു എന്നുള്ളതൊക്കെ ശരിയാണ്, യുക്തിവാദത്തിൻ്റെ പിറകിൽ പോകണം തന്നെയാണ് ആഗ്രഹം, അതിന് സംശയമൊന്നുമില്ല. യുക്തിവാദത്തിൽ പോകണമെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എങ്ങനെ ഈ സാധനത്തിനെ ഒരു യുക്തിയിലേക്ക് കൊണ്ടുവരാം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഖ്യാപിത യുക്തികൾ അപ്പുറത്തിരുന്നിട്ട് നിങ്ങളിങ്ങോട്ട് വരണ്ട എന്നാണ് പറയുന്നത്. തമാശയ്ക്ക് പറഞ്ഞാൽ സാറ് യുക്തിവാദിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനാ പറഞ്ഞത്. അല്ല, ഇതൊരിക്കലും പേഴ്സണൽ ഡിബേറ്റ് അല്ല. പക്ഷേ ഈ സമീപനത്തിൽ ചെറിയൊരു വ്യത്യാസം വരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശുദ്ധിക്രിയയിൽ സാറ് പറഞ്ഞ വസ്ത്രധൗതി ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാറില്ല, വസ്ത്രധൗതി ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പോൾ ചെയ്യുന്നത് ശംഖപ്രക്ഷാളനം ചെയ്യാറുണ്ട്. ശംഖപ്രക്ഷാളനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും വയറിളക്കാൻ ഒരു മരുന്ന് കൊടുക്കുന്നതിന് പകരം വലിയ ചോദ്യം കേട്ടോ. മനസ്സ് എന്നതിനെ ആശ്രയിച്ചാണ് യോഗയുടെ നിലനിൽപ്പും സാധ്യതയും താങ്കൾ സൂചിപ്പിച്ചത്. താങ്കളുടെ ബോധ്യത്തിൽ എന്താണ് മനസ്സ്? ഇത് ആയുർവേദത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇത്തരം ശാസ്ത്രങ്ങളിൽ ആത്മാവ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു പേര് കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ ആത്മാവ് മനസ്സ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ അത് ശരിയല്ല എന്ന് തീരുമാനിക്കുന്നൊരു ഘട്ടമുണ്ട്. ആയുർവേദത്തിൽ മനസ്സിനെക്കുറിച്ച് പറയുന്ന ഒരു സങ്കല്പം പറയാം. അറിയുവാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. എല്ലാ സമയത്തും എല്ലാവരും അറിയുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സ് എവിടെയെങ്കിലും പോവാം. അപ്പോൾ അറിയുവാനുള്ള കഴിവുണ്ടായിരിക്കെ തന്നെ അറിവില്ലാതിരിക്കുന്നതിന് മൂന്നാമതൊരാൾ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അറിയാനുള്ള കഴിവ് ജീവനുള്ള എല്ലാ ശരീരങ്ങൾക്കും ഉണ്ട്. സമ്മതിച്ചോ? അറിയാനുള്ള കഴിവ് എല്ലാ സമയത്തും അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അറിയുവാനുള്ള കഴിവുണ്ടായിരിക്കെ തന്നെ പണ്ട് നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറയുന്ന ശകുന്തളയുടെ കഥയാണ്. ശകുന്തള ദുർവാസാവ് വന്നിട്ട് ശകുന്തള കണ്ടില്ല, മനസ്സില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം സദാ പ്രവർത്തന നിരതമാണ്.
ജീവന് അറിവുണ്ടാവേണ്ടുന്ന ആവശ്യമുണ്ട്. ശരീരം എന്ന് പറയുന്നത് ജീവൻ ഇരിക്കുന്നൊരു പാത്രമാണ്. എങ്കിൽ അറിവ് എല്ലാ സമയത്തും ഉണ്ടാകാതിരിക്കുന്നതിനും ഇടയ്ക്ക് ഉണ്ടാവുന്നതിനും കാരണമായിരിക്കുന്ന ഒരു തേർഡ് വേരിയബിൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് മനസ്സ് എന്നാണ് ആയുർവേദത്തിൽ മനസ്സിനെ നിർവചിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും മനസ്സിനെ നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ്. തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു സാധനമേ ഉള്ളൂ. അതെന്താണ്? അത് മനസ്സാണ്. ഇതാണ് അറിവിനെ ബേസ് ചെയ്തിട്ടാണ് യോഗത്തിലും ആയുർവേദത്തിലും മനസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ചിത്തം എന്നുള്ള പേര് ഉപയോഗിക്കാറുണ്ട്. ചിത്തം എന്നുള്ള പേരിൽ 5 തരം ഫങ്ഷൻസ് പറയുന്നുണ്ട്. ചിത്തവൃത്തികൾ, ഈ ചിത്തവൃത്തികളെ നിരോധിക്കലാണ് പിന്നെ യോഗം എന്നാണ് പറയുന്നത്. അത്രയ്ക്കൊന്നും പോണ്ടട്ടോ, ചിത്തവൃത്തി നിരോധിക്കാൻ നിൽക്കണ്ട, പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചിത്തവൃത്തി എന്ത് ചെയ്താൽ മതി? ഒന്ന് പാസിഫൈ ചെയ്താൽ മതി. നിരോധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് അവരുടെ ലക്ഷ്യം വേറെയാണ്. അവരുടെ ലക്ഷ്യം മോക്ഷം എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. നമുക്ക് അത്രയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് ലോക്കൽ മോക്ഷങ്ങളല്ലേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതാണ് മനസ്സ്. യോഗ ചെയ്യുന്നവരും ചെയ്യാത്തവരും ശാസ്ത്രീയമായി വ്യായാമം ചെയ്യുന്നവരും തമ്മിൽ ആയുർദൈർഘ്യത്തിലോ രോഗമില്ലാത്ത അവസ്ഥയിലോ താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടോ? ഇങ്ങനൊരു വലിയൊരു സ്റ്റഡി നടന്നതായിട്ട് അറിയില്ല. ഇല്ലെങ്കിൽ യോഗ എന്നത് ചികിത്സയ്ക്ക് പ്രയോജനകരമാണ് എന്ന്, ഇപ്പോൾ ചികിത്സയ്ക്ക് പ്രയോജനകരമാണെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസീസസിൽ നടത്തിയ സ്റ്റഡീൻ്റെ ബേസിസിലാണ്. അല്ലാതെ നിരന്തരം യോഗ ചെയ്യുന്നവർക്ക് അങ്ങനെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, ഒബ്സർവേഷൻ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട്സ് എൻ്റെ കയ്യിലില്ല. ദീർഘകാലത്തേക്കുള്ളൊരു സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നത് രോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ, ഡിസീസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചെറിയ ചെറിയ പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട് എന്നാണ്. പിന്നെ താരതമ്യ പഠനം വ്യായാമം ചെയ്യുന്നവരും ഇതും തമ്മിൽ വ്യായാമത്തെക്കുറിച്ച് പിന്നെ യോഗയും വ്യായാമവും തമ്മിൽ ബന്ധമുണ്ട്, ശരി തന്നെയാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എനി പ്രാക്ടീസ് വിത്ത് അവെയർനെസ് ഈസ് കോൾഡ് യോഗ എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഈ അവെയർനെസ്സിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്റ്റഡീസിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. ശരി, താങ്ക് യു. മനസ്സ് എന്നിടത്താണ് ഡോക്ടർ വിനോദ് പറഞ്ഞു നിർത്തിയത്. അവിടെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. മനസ്സ് എന്നാൽ എന്താണ്? മസ്തിഷ്കമാണ്. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. വളരെ സിമ്പിളാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രവൃത്തിയാണ് മനസ്സ്. വളരെ ലളിതം. ഇതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഒരു ജീവൻ ഇരിക്കുന്ന പാത്രമല്ല നമ്മൾ. അത് ആയുർവേദക്കാർ പറഞ്ഞിട്ടുണ്ടാവും. അസംബന്ധമാണ്. ജീവൻ എന്ന് പ്രത്യേക ഒരു സാധനമില്ല. ഒരു കൂടിനകത്ത് പഞ്ചരത്തിനകത്തുള്ള കിളി എന്നതൊക്കെ ഒരു കാവ്യസങ്കല്പമാണ്. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന ഒരു ജീവനും ആത്മാവും ഒന്നുമില്ല. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അസംബന്ധം എന്നുള്ള വാക്ക് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട കേട്ടോ. അസംബന്ധത്തിന് പിന്നെ അസംബന്ധം എന്നല്ലാണ്ട് എന്താ പറയുക? പുരാതന അസംബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. പഴയ കാവ്യഭാവന മാത്രമാണ്. അങ്ങനെ ഒരു ജീവനുമില്ല, ഒരു ആത്മാവുമില്ല. പിന്നെ മനസ്സില്ലാതാവുക എന്നൊരവസ്ഥയുണ്ട്. എങ്ങനെ? മസ്തിഷ്കം പോയി കഴിഞ്ഞാൽ മനസ്സില്ല. അൽഷീമസ് ഡിസീസ് ബാധിച്ച് മസ്തിഷ്ക കോശങ്ങൾ നശിച്ച ഒരാൾ, അയാളുടെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ വെള്ളമിറക്കുന്നുണ്ടാവാം, ബാക്കിയുള്ള ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്. പക്ഷെ എന്തോ ആത്മാവില്ല. ആത്മലിംഗങ്ങൾ ആയിട്ട് ആയുർവേദം പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ. ഒരു നിമിഷം കൊണ്ട് ഉജ്ജയിനിയിലെത്തുക മനസ്സ്, ഒരു കണ്ണടക്കുമ്പോൾ ഒറ്റ കണ്ണടക്കുക. എന്നിട്ട് ആയുർവേദത്തിൽ ഇങ്ങനെ വളരെ വിശദമായിട്ട് ആത്മാലിംഗങ്ങൾ എന്ന് പറയാം. ആത്മാവിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. കാരണം എല്ലാ മനസ്സിൻ്റെ പ്രവൃത്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കത്തിൻ്റെ പ്രവൃത്തി. അത് അവസാനിച്ചാൽ തീർന്നു. അതാണ്, വേറൊരു മനസ്സില്ല. ഇതിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് യോഗികൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കെന്ത് വേണം? ചില അനുഭൂതികൾ കിട്ടണം. ആ അനുഭൂതിക്കുള്ള ശ്രമമാണ് ഹഠയോഗികൾ ചെയ്യുന്നത്. അതാണ് ഈറോട്ടിക്കോ മിസ്റ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് ഒന്ന് വിശദമാക്കാം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. മനസ്സിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് മനസ്സിനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത്? മനസ്സ് അതല്ലേ മസ്തിഷ്കം, രണ്ടും ഒന്ന് തന്നെ. മസ്തിഷ്കത്തിൻ്റെ പ്രവൃത്തിയാണ് മനസ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആൽക്കഹോൾ എന്താ ചെയ്യണത്? അത് മസ്തിഷ്കത്തിൽ കടന്ന് മസ്തിഷ്ക കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ തെല്ലിയുടെ സ്തംഭിപ്പിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആനന്ദാനുഭൂതിയൊക്കെ ഉണ്ടാകുന്നത്. ഈ പ്രീഫ്രോണ്ടൽ ലോബിലൊക്കെ പ്രവർത്തിക്കാതിരിക്കും. പിന്നെ അത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, പിന്നെ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനന്ദ കെമിക്കലിനെ റിലീസ് ചെയ്യും. ഇങ്ങനെയുള്ള മസ്തിഷ്കത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ മദിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മാദകം എന്ന് പറയുന്നത്. മാദക വസ്തുക്കളാണല്ലോ ഇതൊക്കെ. ഇതുപോലെ തന്നെയാണ് മോർഫിനും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എന്ന 2 ലളിതമായ തന്മാത്രകൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ മാറ്റിക്കൊണ്ടിരുന്നത് ആര്? ഹഠയോഗികൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഉദാഹരണം പറയാം. ഖേചരീ മുദ്ര. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഹഠയോഗ പ്രാക്ടീസാണ്. ഇന്നത് ചെയ്യുന്നവർ വളരെ കുറവാണ്.
ഇതൊക്കെ അതിൻ്റെ രസം, വളരെ രസമാണ് ഇതൊക്കെ. അതും 1 മണിക്കൂർ പറയാം എന്തിൻ്റെ അടിസ്ഥാനത്താണ് ഇവർ ചെയ്യുന്നത്. അന്ന് ഒരു ധാരണയില്ല, എങ്ങനെയാണ് ഈ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നത് ഒരു ധാരണയില്ല. ഇത് ഖേജരി മുദ്ര ചെയ്യുന്ന ഒരാളുടെ ഒരു സ്കാനാണ്. നാവ് കണ്ടോ, നാവ് പിന്നോട്ട് വെച്ച് ഗ്ലോട്ടിസിനെ അടച്ചിരിക്കുകയാണ്. നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ഒരു ഹഠയോഗി ചെയ്യുന്നത് വെച്ചാൽ, നാവിൻ്റെ അടിയിലുള്ള ഈ കണക്ഷനെ ഓരോ ദിവസവും കുറേശ്ശായിട്ട് മുറിക്കും. അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ കണക്ഷൻ ഇല്ലാതാക്കും. അപ്പോൾ നാവ് നീട്ടാൻ പറ്റും. ഇതൊക്കെ ഒരു 100-500 കൊല്ലം പഴക്കമുള്ള പ്രാക്ടീസുകളാണ്. 13 നൂറ്റാണ്ടിൽ 700 കൊല്ലം മുമ്പുള്ള പ്രാക്ടീസാണ്. നാവ് നീട്ടി ഈ നാവ് കൊണ്ട് മൂക്ക് തൊടാറായി കഴിഞ്ഞാൽ, ഇവിടെ തൊടാറായി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാമെന്നാണ്. ഇതുകൊണ്ട് നാവ് പിന്നോട്ട് മടക്കി എന്താണെന്നാണ് ധരിച്ചിരിക്കുന്നത്. അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ തലക്കകത്ത് ചന്ദ്രനുണ്ട്. അതൊക്കെ വലിയ ഫിലോസഫിയാണ്, അതൊക്കെ പറയാൻ പോയി നേരം തീരില്ല. തലക്കകത്ത് ചന്ദ്രനുണ്ട്, അതിങ്ങനെ അമൃതം കൊഴിയുകയാണ്. ഈ ജഠരത്തിനകത്ത് ഉള്ളത് വൈശ്വാനരൻ, എന്ന് വെച്ചാൽ സൂര്യനാണ്. ജഠരാഗ്നി, ആയുർവേദക്കാരുടെ ജഠരാഗ്നിയൊക്കെ അവിടെ നിന്ന് വരണേ. ഇന്നിപ്പോഴും ജഠരാഗ്നിയാണ്, അഗ്നിമാന്ദ്യം എന്നാ പറയുക ആയുർവേദത്തിൽ. അതിൻ്റെ ഇടയ്ക്ക് അത് പിന്നെ പറയാം, ആയുർവേദത്തിൻ്റെ കാര്യം പറയാനുണ്ട് എനിക്ക്. യുക്തിവാദികൾ എങ്ങനെ ആയുർവേദത്തിനെ കാണണം എന്നുള്ളത്, അത് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചന്ദ്രനിൽ നിന്ന് പൊഴിയുന്ന അമൃതം ഈ സൂര്യൻ ഭക്ഷിക്കാതിരിക്കണം. എന്ത് പുരാതനമായ കാവ്യഭാവന മാത്രമാണ്. അതിനു വേണ്ടിയാണ് ഈ നാവ് വെച്ചിട്ട് ഇതിനടക്കുന്നതെന്നാണ്. അങ്ങനെയാണ് ധാരണ ഖേജരി മുദ്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ നമുക്ക് അപ്പോൾ ഒരു അനുഭൂതി ഉണ്ടാവുന്നു. അപ്പോൾ ഈ അമൃതം കുടിക്കുകയാണെന്നാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ്, ശ്വാസം തടസ്സപ്പെടുകയാണ്. ഓക്സിജൻ, മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ കുറയുമ്പോൾ കള്ള് പിടിച്ച പോലെ അല്ലെങ്കിൽ മറ്റു മാദകദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന പോലെ അനുഭവം ഉണ്ടാവും. മറ്റ് മാദകദ്രവ്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മസ്തിഷ്കത്തെ മന്ദീഭവിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഒരു ഉദാഹരണം ഡോക്ടർ വിനോദ് ഉന്നയിച്ച ഒരു പേപ്പറിൻ്റെ കാര്യം. ഇതിൻ്റെയൊക്കെ ശാസ്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ അസംബന്ധ സ്വഭാവം കാണിക്കാൻ ഞാൻ പറയാം. ഒരു പേപ്പർ അദ്ദേഹം ഇവിടെ കാണിച്ചു. എങ്ങനെയാണ് മസ്തിഷ്കത്തിലെ പ്രീഫ്രോണ്ടൽ ഭാഗത്ത് പ്രവർത്തനം കുറയുന്നു. ഇതൊരു പുതിയ പഠനമല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പുതിയ പഠനം നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ ഒരു എക്സ്റ്റൻഷൻ ഞാൻ പറയാണ്. എന്താണ് ചെയ്തത്? ഭസ്ത്രിക പ്രാണായാമം അല്ല, ഭസ്ത്രിക അല്ല ചെയ്ത്, ഭസ്ത്രിക ചെയ്തു. വളരെ കപാൽഭാതി ചെയ്തു. വളരെ ശക്തിയായിട്ട് ശ്വാസം വലിച്ചു. ഇഫക്റ്റ് എന്താണ്? മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്നുള്ളത് അടുത്തേക്ക് വരും. ചുരുക്കം പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? മസ്തിഷ്കത്തിലൂടെ രക്തോട്ടം കുറഞ്ഞു, മസ്തിഷ്കം പ്രവർത്തിക്കുന്നില്ല. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആ പഠനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ കപാൽഭാതി ചെയ്ത ആളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രീഫ്രോണ്ടൽ ലോബ്, എന്താ പ്രീഫ്രോണ്ടൽ ലോബ്? നമ്മുടെ എക്സിക്യൂട്ടീവാണ്, ചീഫ് CEO ഓഫ് ബ്രെയിൻ എന്ന് പറയാം. നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഉന്നതമായ ബോധങ്ങളൊക്കെ ഈ പ്രീഫ്രോണ്ടൽ ലോബ് എന്നാണ് വരുന്നത്. നമ്മുടെ സാമൂഹ്യ നിയന്ത്രണം. ഈ പ്രീഫ്രോണ്ടൽ ലോബ് കട്ട് ചെയ്ത് പോയ ഒരാളെ കഥ പറയുന്നുണ്ട്. അയാൾക്ക് എവിടെ മൂത്രമൊഴിക്കണമെന്ന് ബോധമില്ല, എന്ത് ചീത്ത പറയണം, കൂടുതൽ തെറിയാണ് പറയാം. കാരണം അയാൾക്ക് ആ സാമൂഹ്യ നിയന്ത്രണം നഷ്ടപ്പെട്ടു. നമ്മുടെ നിയന്ത്രിതാവായിട്ടുള്ള ഈ പ്രീഫ്രോണ്ടൽ ലോബ്, അതാണ് പ്രീഫ്രോണ്ടൽ ലോബ്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഷിസോഫ്രീനിയയിൽ കപാൽഭാതി ചെയ്താൽ റെഡ്യൂസ്ഡ് പ്രീഫ്രോണ്ടൽ ആക്ടിവേഷൻ അതാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ സ്റ്റഡി ഉണ്ടെന്ന് പറഞ്ഞത്. ആ സ്റ്റഡിയെ എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. ഇതിലെന്താണ് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? എന്ത് ചെയ്താലും മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിങ്ങൾ കപാൽഭാതി ചെയ്താലും ശരിയാണ്, ഖേജരി മുദ്ര ചെയ്താലും ശരിയാണ്, മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കുറഞ്ഞാൽ അതിൻ്റെ പ്രീഫ്രോണ്ടൽ ലോബിലെ എല്ലാ ഭാഗത്തേക്കുള്ള ആക്ടിവേഷൻ കുറയും. അതിലെന്താ അത്ഭുതം? ഇതൊരു ചികിത്സയാണോ? ഒരു ചികിത്സയല്ല അത്. അപ്പോൾ അതൊരു വലിയ ചികിത്സ. ഇതാണ് പുതിയ ഞാൻ പറഞ്ഞത് അസംബന്ധമായൊരു ഈ അസംബന്ധമായ ഈ ഒരു പ്രസ്ഥാനത്തിനെ ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? എന്താ അതിന് പറയുക? നമ്മൾ ഇങ്ങനെ ഈ പുരാതനമായ ശവങ്ങളെ നമ്മൾ വലിയ പുതിയ കുപ്പായം അണിയിച്ചതുകൊണ്ട് അതിന് ജീവൻ വെക്കില്ല. അത് മരിച്ച് മണ്ണടിഞ്ഞ മമ്മിയാണ്. അങ്ങനെ ചെയ്യുന്ന ചില സംസ്കാരങ്ങളുണ്ട്. അവരെ പുരാതനമായിട്ടുള്ള മരിച്ച അവരൊരിക്കലും പൂർണ്ണമായിട്ടും കത്തിച്ച് കളയൊന്നുമില്ല, മമ്മിഫൈ ചെയ്തിട്ട് വെക്കും. എന്നിട്ട് ഇടയ്ക്കിടെ കൊല്ലത്തിൽ മുതുമുത്തശ്ശനൊക്കെ എഴുന്നള്ളിച്ച് പുതിയ ഷർട്ടും കോട്ടൊക്കെ ഇടിച്ചിട്ട് നടത്തും, ഇങ്ങനെ ഗ്രാമപര്യടനത്തിന് കൊണ്ടുപോകും. അതുപോലെയാണ് ഈ ചെയ്യുന്നത്. എന്ത്? കപാൽഭാതി ചെയ്ത് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലേക്ക് രക്തോട്ടം കുറയുന്നറിയാൻ ഈ തരത്തിലുള്ള ഒരു പഠനവും വേണ്ട. എന്നിട്ട് അതെന്തോ ഒരു ആനക്കാര്യമാണെന്നുള്ള ഒരു പേപ്പർ ചെയ്യുന്നത് എന്താണ്? മരിച്ച് മണ്ണടിഞ്ഞ മമ്മികളെ പുതിയ കോട്ടിട്ടിട്ട് കാണിക്കുകയാണ്. അതൊന്നും കാര്യമില്ല, അപ്രസക്തമാണ്. അത് സ്വാഭാവികമല്ലേ? മസ്തിഷ്കത്തിൻ്റെ രക്തോട്ടം കുറയുന്നു, അതിലെന്ത് അത്ഭുതം, കുറയും. അപ്പോൾ ഇതാണ് ഖേജരി മുദ്ര ചെയ്യുമ്പോൾ എന്താണ്? ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു, മസ്തിഷ്ക അനുഭവങ്ങൾ ഉണ്ടാവുന്നു. മസ്തിഷ്കത്തിന് ഈ രക്തോട്ടം കുറയുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ഇതന്നെയാണ് ജാലന്ധര മുദ്ര എന്ന് പറയുന്നത്. അതിലെന്താ ചെയ്യുന്നത്? കഴുത്തമർത്തിയിട്ട് ശ്വാസം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഭസ്ത്രിക പ്രാണായാമം. നമ്മുടെ ഇയാൾ ചെയ്യുന്നതാണ് ഭസ്ത്രിക. ഇതാണ് ഭസ്ത്രിക. അപ്പോൾ ഈ
ഈ രീതിയിലുള്ള പിന്നെ കപാൽഭാതി ആയാലും ഇതൊക്കെ തന്നെ ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്തുപോലെയാണെന്ന് വെച്ചാൽ ഇത് തന്നെ ഒരു ആനന്ദാനുഭൂതിക്ക് ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലുമുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ. അതിന് ചോക്കിംഗ് ഗെയിം എന്നാണ് പറയുക. നിന്നിട്ടിങ്ങനെ കുറേ നേരം ശ്വാസം വെച്ചാൽ ബും അങ്ങോട്ട് വീഴും, ബോധം കെട്ട് വീഴും. അപ്പോൾ ബോധം കെട്ട് വീഴുമ്പോൾ ചിലപ്പോൾ അത് നല്ല സ്ഥലത്തല്ല അതിനെ താലയടിച്ച് മരിച്ചു പോകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. ഈ രീതിയിൽ കുട്ടികൾ ചോക്കിംഗ് ഗെയിം, രണ്ട് തരത്തിലുള്ള ചോക്കിംഗ് ഗെയിം. ഒന്നെന്ന് വെച്ചാൽ ഇങ്ങനെ കഴുത്തിന് കൊടുക്കും, അതിനെ കഴുത്ത് വേറൊരാൾ പിടിക്കും, വേറൊരാൾ ശ്വാസം വലിക്കും. ഇങ്ങനെ കഠിനമായി ശ്വാസം വലിച്ചിട്ട് ബോധം കെട്ട് വീഴും. അപ്പോൾ അത് ഭയങ്കര ത്രില്ലാന്ന് വെച്ചിരിക്കണം. ബോധം കെട്ട് വീഴും. ആ സമയത്ത് വലിയ ത്രില്ല് കിട്ടുന്നതെന്ന് എന്താ ചെയ്യുന്ന വാസ്തവത്തിൽ ഈ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യത താൽക്കാലികമായി കുറയുന്നു. അതേ സംഭവിക്കുന്നുള്ളൂ. അതാണ് മനസ്സെന്താണ്? മസ്തിഷ്കം. മനസ്സിൻ്റെ മുകളിൽ കിടന്ന് കളിക്കുന്ന എന്താണ്? മസ്തിഷ്കത്തിൻ്റെ മുകളിലെ കളിയാണ്. മസ്തിഷ്കത്തിൻ്റെ മുകളിൽ വളരെ ലളിതമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ വെച്ച് ഇത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അന്നമയ കോശവും പ്രാണമയ കോശവും ഇവിടെ വരുന്നില്ല. മസ്തിഷ്കം മനസ്സെന്നാൽ മസ്തിഷ്കത്തിൻ്റെ പ്രവൃത്തി. മസ്തിഷ്കത്തിലേക്കുള്ള രക്തോട്ടം കുറച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മാനസികമായ അനുഭൂതികളുണ്ടാവും. അതാണ് ഇവർ ചെയ്യുന്നത്. ഈ പിന്നെ കൗമാരക്കാരായ കുട്ടികൾ, ചോക്കിംഗ് ഗെയിം കളിക്കുന്ന കൗമാരക്കാരായ കുട്ടികളും ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഇത് ബാംഗ്ലൂർ സ്വാമിയുടെ അടുത്ത് പഠിക്കാൻ ഒക്കെ ചെയ്യുന്നത് ഒരേ സംഗതിയാണ്. മസ്തിഷ്കത്തിലേക്ക് തെല്ലിട നേരത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറക്കുക എന്നുള്ളത്. അവർ പറയാൻ എന്താണ്, ഇയാളുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പറയാന്ന് വെച്ചാൽ മസ്തിഷ്കത്തിന് നിറയെ ഓക്സിജൻ കയറ്റുകയെന്നാണ് ശ്വാസം നീട്ടി വലിക്കുമ്പോൾ. അത്രയും ധാരണയില്ലായ്മയാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ ഹഠയോഗിയുടെ ഭസ്ത്രിക, കൗമാരക്കാരുടെ ഹൈപ്പർ വെന്റിലേഷൻ ഗെയിം ഇത്യാദി അമിതവും ദ്രുതവുമായ ശ്വാസപ്രയോഗങ്ങളിൽ തലച്ചോറിലെ ശുദ്ധരക്തലഭ്യത എങ്ങനെ കുറയുന്നു എന്നതിൻ്റെ ശാസ്ത്രവും കൂടി ഞാൻ അവിടെ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹർട്ടിങ് യുവർ ബ്രെയിൻ ഓൺ പർപ്പസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഓഫ് ഫീലിംഗ് ലൈറ്റ് ഹെഡഡ്. ഇത് അമിത വേഗതയിൽ ശ്വസിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അമിതമായ വേഗതയിൽ നീക്കം ചെയ്യപ്പെടും. ഇതേ വേഗതയിൽ ഓക്സിജൻ ശരീരത്തിലേക്ക് കടക്കുകയില്ല. അതാണല്ലോ നമുക്ക് ആവശ്യം. അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിനകത്തേക്ക് ഓക്സിജൻ കടത്തി വിടുന്നു, ശരീരത്തിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇതാണ് ശ്വാസോച്ഛ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവൃത്തി. ഇതിലൊരു വ്യത്യാസം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലുബിലിറ്റി എന്ന് പറയും. അത് വളരെ കൂടുതലാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിൽ നിന്ന് ഡിഫ്യൂസിങ് കപ്പാസിറ്റി കൂടുതലാണ്. അതാണ് ചിത്രം ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ കാണാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെതും ഓക്സിജൻ്റെതും. ഇതാണ് ഓക്സിജൻ്റെ ഡിഫ്യൂസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഡിഫ്യൂസിങ് കപ്പാസിറ്റി എന്നാണ് പറയുക. ഇത് ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക്, ഫിസിയോളജി ഗൈഡ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ടാണ്. ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഓക്സിജൻ്റെ ഇത്രയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇത്രയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരുന്നു? വളരെ പെട്ടെന്ന് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓരോന്നൊരു ശ്വാസം വലിക്കുമ്പോഴും ഓക്സിജൻ അകത്തേക്ക് കയറുകയല്ല ചെയ്യുന്നത്. പകരം വളരെ പെട്ടെന്ന് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യപ്പെടുന്നു. അത്രയും അതേ അളവിൽ ഓക്സിജൻ അകത്തേക്ക് കടക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ തലച്ചോറിലെ ധമനികളുടെ ഒരു പ്രത്യേകത എന്താണ്? ആർട്ടറികളുടെ പ്രത്യേകത, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ, അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം. ഇത് പരിണാമത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള സാധനമാണ്. മസ്തിഷ്കത്തിലെ എല്ലാത്തിനും സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. ഈ നമ്മുടെ കിങ് ഓഫ് ആസന, എനിക്കിവരെ പറ്റി പറയുമ്പം വരുന്നൊരു ദേഷ്യത്തിന് അന്ത്യമില്ല. എങ്ങനെ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ ഞാൻ ബുദ്ധിമുട്ടാണ്. ഈ തലകുത്തി നിർത്തുന്ന ശീർഷാസനത്തിൻ്റെ ഒക്കെ വിവരണം എന്താ വെച്ചാൽ തലയിലേക്ക് ശുദ്ധരക്തം ഇരച്ചു കയറും എന്നാണ് പറയുന്നത്. എന്തൊരു അസംബന്ധമാണ്. ഈ തലച്ചോറിനകത്തേക്ക് ഒരു 10 മില്ലി പോലും രക്തം പോയിട്ടുണ്ടെങ്കിൽ തലച്ചോറ് അടിച്ചു പോകും. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള സ്ട്രക്ചർ ഇവിടെ ഉണ്ട്, നേരത്തെ ഉണ്ട്. അത് ദൈവം ഉണ്ടാക്കി വെച്ചാൽ ദൈവം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതിന് മുകളിൽ നിങ്ങൾ കയറി പണിയാതിരുന്നാൽ മതി. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്താണ്? രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് സ്വയം വികസിക്കും, കുറയുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അത് ഓക്സിജൻ്റെ അളവ് വെച്ചല്ല ഇതിനെ നിയന്ത്രിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വെച്ചാണ്. അതാണ് പ്രശ്നം. അപ്പം മസ്തിഷ്കത്തിന് അതിൻ്റെ ഓട്ടോ റെഗുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ തലച്ചോറിലെ ധമനികൾ സ്വയം വികസിക്കുമ്പോൾ കൂടുതൽ രക്തം പോകും, കുറയുമ്പോൾ സങ്കോചിക്കുകയും എന്നുള്ളതാണ്. മസ്തിഷ്കത്തിൻ്റെ ലഭ്യത കറക്റ്റായിട്ട് 50 മുതൽ 54 ml, അത് വളരെ കറക്റ്റായിട്ട് മാറാൻ പറ്റില്ല, 55 ആവാൻ പറ്റില്ല. 50 മുതൽ 54 മില്ലി പെർ മിനിറ്റ് പെർ 100 ഗ്രാം. ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെക്കാനിസം ഇതാണ്. ഈ രക്തക്കൊള്ളികളാണ് മസ്തിഷ്ക രക്തക്കൊള്ളി. ഈ മസ്തിഷ്കത്തിൽ അതേ വലുപ്പത്തിൽ ഇങ്ങനെ രക്തക്കൊള്ളികളുണ്ട്, ഒക്കെ എല്ലാ അറ്റത്തേക്കും പോകുന്നുണ്ട്, പെർഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? അമിതമായ ശ്വസനം. നമ്മൾ ഈ ചെയ്യുന്ന ഈ ഭസ്ത്രികയോ ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന ഈ നീട്ടിവലിക്കലോ, നമ്മുടെ ശ്രീ രവിശങ്കരൻ ഒരു കാശ് കൊടുത്ത് പഠിച്ച് പണി ചെയ്യുമ്പോഴോ എന്ത് പണി ചെയ്താലും അമിതമായി നിങ്ങൾ ശ്വാസം വലിക്കുമ്പോൾ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്ദ്രത കുറയുമ്പോൾ തലച്ചോറിലെ ധമനികൾ സങ്കോചിക്കും.
അപ്പോൾ എന്നിട്ട് വരും ശുദ്ധരക്തത്തിൻ്റെ ലഭ്യത മസ്തിഷ്കത്തിൽ കുറയും. മസ്തിഷ്കമാണ് മനസ്സ്. മാനസികമായ പല അനുഭൂതികൾ നിങ്ങൾക്ക് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വീഴുകയും ചെയ്യും, ബോധം കിട്ടും. അപ്പോൾ ഇത് ഒരു ത്രിൽ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് ഇതാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയ എന്ന രൂപത്തിലേക്ക് ഇന്നും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവർ പിന്നെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറക്കുക എന്നത് ലൈംഗികമായൊരു അനുഭൂതിയായി ചില ആൾക്കാർക്ക് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗികതയുമായി ഇതിനെ കൂട്ടിഘടിപ്പിച്ച് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നീട്ടി ശ്വാസം വലിച്ചിട്ടായിക്കൊള്ളുന്നില്ല, കഴുത്ത് കയറ് പിടിച്ചിട്ടാവാം. കഴുത്ത് കയറ് പിടിക്ക് ബർത്ത് കൺട്രോൾ പ്ലേ എന്നാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയ എന്ന് പറയുന്ന സംഗതി വയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഒരാൾ മരിച്ചു പോകുന്നത്. ഡേവിഡ് കാരഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ നടൻ മരിച്ചു പോകുന്നത്. അയാൾ തായ്ലാൻഡിൽ എവിടെയാണ്, തായ്ലൻഡിലാണെന്ന് തോന്നുന്നുണ്ട്, എവിടെ പോയിട്ട് തായ്ലൻഡ് ബാങ്കോക്ക് പോയിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അയാളുടെ മുറിയിലിരുന്നിട്ട് അദ്ദേഹം ഈ തരത്തിൽ എന്തൊരു അഭ്യാസം കാണിച്ചു. കഴുത്തിലൊരു ഇത് കുടുക്കിയിട്ട് അദ്ദേഹം ലൈംഗിക പ്രക്രിയയിൽപ്പെട്ടു. കുടുക്ക് മുറിയപ്പോൾ ആൾ മരിച്ചുപോയി. അപ്പോൾ ഈ ആനന്ദാനുഭൂതി ലൈംഗികത അതാണ് ഈ നമ്മൾ എന്താ ഇതുമായി ബന്ധപ്പെട്ടാണ് ഹഠയോഗത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് പല ഇതുണ്ട്, ഈ തരത്തിലുള്ള പിന്നെ ലൈംഗിക രഹസ്യാത്മക സാധനങ്ങളുണ്ട്. പല ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ വജ്രോളി മുദ്ര അതൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ അശ്ലീലമായിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ട് പോണില്ല ഞാനിപ്പോൾ എന്താ അവർ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ഹഠയോഗം എന്ന ഇറോട്ടിക്കോ മിസ്റ്റിക്കൽ സമ്പ്രദായത്തിൻ്റെ പല പ്രയോഗങ്ങളിലും പൊതു ഘടകമായി കാണുന്നത് നിയന്ത്രിതമായി മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറക്കുക എന്നതാണ്. ഈ ബസ്ത്രി ഇപ്പം ഈ കപാൽഭാതി ചെയ്തിട്ട് തലച്ചോറിലുള്ള രക്തോട്ടം കുറഞ്ഞു വന്നതിനെക്കുറിച്ച് ഒരു പഠനം ഇവിടെ അവതരിപ്പിച്ച് അതിലൊന്നും ഒരു അത്ഭുതം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ മൈൻഡ് ചെയ്യാത്തത്. ഇതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം. കാരണം ചെയ്യുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്തിട്ട് ഇതൊരു വലിയ അവർക്ക് ധാരാളം ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ചെയ്യാം, എന്നിട്ട് ഓരോ പേപ്പർ ഇടാം, ഇത് ഞങ്ങൾ അതൊക്കെ പായിക്കണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാരണം ഇതൊക്കെ അസംബന്ധമാണ്. അതുകൊണ്ടാണ് ആനന്ദാനുഭൂതിക്കും ലൈംഗികാനുഭൂതിക്കുമായി യോഗ എന്ന പേരിലല്ലാതെ ഈ മാർഗം പലരും ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ കുണ്ടലിനിയെ ഉണർത്താനുള്ള ഭസ്ത്രിക, കേജരി മുദ്ര, ജാലന്ധര മുദ്ര, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഭാഗം കഴിഞ്ഞു, നമുക്ക് തിരിച്ചു പോവാം. സുശ്രുത സംഹിതയുടെ ഒരു പേജ് ഞാൻ കാണിച്ചുള്ളൂ, ഇതിന് മറ്റേ പേജാണ്. സുശ്രുത സംഹിതയിൽ കിണർ കുഴിക്കാൻ പറഞ്ഞു. കിണർ കുഴിക്കാൻ മാത്രമല്ല, അതിൽ പലതും പറഞ്ഞിട്ടുണ്ട്. പതിവായ ശാരീര വ്യായാമം, പ്രാക്ടീസ് ഓഫ് റെഗുലർ ഫിസിക്കൽ എക്സർസൈസ്, മല്ലയുദ്ധം, കായിക വിനോദങ്ങൾ, കുതിരസവാരി, ആനസവാരി, രഥയോട്ടം, ദീർഘനടത്തം, പദയാത്ര, അസ്ത്രവിദ്യ, കുന്തമെറിയൽ. ഇതൊന്നും പറ്റുന്നില്ല. ദരിദ്രനും സുഹൃദ്രവിദ്രനുമാണ് രോഗിയെങ്കിൽ മുനി തുല്യമായ സംയമനം പാലിച്ച് കുടയോ ചെരിപ്പോ ധരിക്കാതെ ഒരു ഗ്രാമത്തിൽ ഒരു രാത്രി അധികം തങ്ങാതെ 100 യോജന 1250 കിലോമീറ്ററാണ് ഒരു പദയാത്ര, കേരള യാത്ര നടത്താനാണ് പറയുന്നത്. ഏതാണ്ട് കാസർഗോഡ് തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരം നടന്നാൽ ഡയബറ്റീസിലുള്ള ചികിത്സ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പൗരാണികർക്ക് വളരെ വലിയ ധാരണകൾ, ചികിത്സാ ധാരണകൾ, കൃത്യമായിട്ടുള്ള ധാരണകൾ അവർക്ക് കൃത്യം എന്നല്ല, അവർക്ക് ഇതൊരു ശാസ്ത്രമാണ്, വലിയൊരു അളവോളം ശാസ്ത്രമാണെന്ന് പറയാം. സുശ്രുത സംഹിതയെയും പിന്നെ ഈ ആധുനികമായിട്ട് 1930-ലുണ്ടായ ഈ യോഗ എന്ന അസംബന്ധത്തെയും ഒരുപോലെ ശാസ്ത്രം എന്ന് പറഞ്ഞു കൊടുത്താണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം. അതാണ് വിനോദ് കുമാർ പറയുന്നത് ഭാരതീയ ശാസ്ത്രം എന്ന് ഇതിനൊക്കെ കൂടെ കൂട്ടിക്കെട്ടല്ലേ. ഇതിന് ഭാരതീയ ശാസ്ത്രമൊന്നുമല്ല, ഇത് വല്ല സിനിമാറ്റിക് ഡാൻസ് എന്നോ അദ്ദേഹം പറഞ്ഞോളൂ. നിങ്ങൾ ഇത് യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ ശാസ്ത്രമൊന്നുമല്ല. അത് ഈ 1930-40-കളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോ പീസ് മാത്രമാണ്. ഇതിനൊക്കെ കൊണ്ട് ഈ സുശ്രുത സംഹിതയുടെ മഹത് പാരമ്പര്യമായി കൂട്ടിക്കെട്ടുക, എന്നിട്ട് ഇതിനെ ഞങ്ങൾ യുക്തിവാദി തള്ളിപ്പറയുമെന്ന് പറയാം, അത് ശരിയല്ല. പിന്നെ ആയുർവേദത്തിനെ കുറിച്ച് യുക്തിവാദികൾ, ശാസ്ത്രപ്രചാരകരുടെ സമീപനം എന്താണ്? ഞാൻ പറയുന്നത് ഞങ്ങളിവിടെ വരണ്ടെന്നല്ല, നിങ്ങൾ ഞങ്ങളിവിടെ വരണം തന്നെയാണ് പറയുന്നത്. വരണം, നിങ്ങൾ തീർച്ചയായും ഞങ്ങളിവിടെ വരണം. എന്നിട്ട് നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഈ ത്രിദോഷ സിദ്ധാന്തം അതൊക്കെ വലിച്ചെറിയണം. ത്രിദോഷ സിദ്ധാന്തമൊക്കെ വലിച്ചെറിയണം. അതൊക്കെ ആയുർവേദത്തിൻ്റെ കാലഹരണപ്പെട്ട സാധനങ്ങളാണ്. ആയുർവേദത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ ചരകസമിതിയൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതായത് ഈ മരുന്നുകളെ കുറിച്ചൊക്കെ പറയുന്നത് നല്ല മനോഹരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ മരുന്നിനെ കുറിച്ച് ആർക്കറിയാം, അനുഭവസിദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എത്ര സിദ്ധാന്തം പറഞ്ഞാലും ഏതൊരു സാധനമായിരുന്നു അതൊരു ലാക്സേറ്റീവ് ആവില്ല എന്ന് പറയുന്നുണ്ട്. സിദ്ധാന്തം എന്ത് പറഞ്ഞാലും അതാണ് അമ്പഴങ്ങ, അത് അങ്ങനെ പറയുന്നത് വെച്ചാൽ ആ പ്രയോഗ ഫലത്തിലാണ് അവർ ഊന്നിയിട്ടുള്ളത്. ആ കാലത്ത് അങ്ങനെ പ്രയോഗിച്ച് ഫലം കണ്ട് ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നിപ്പോൾ ചൈനീസ് മെഡിസിനിൽ നിന്നാണ്, അതിൻ്റെ അകത്തുനിന്നൊരു പഴയ മരുന്നിൽ നിന്നാണ്, അല്ലാണ്ട് അവർ സിദ്ധാന്തത്തിൽ നിന്നല്ല. സിദ്ധാന്തമൊക്കെ എന്നോ കാലഹരണപ്പെട്ടാണ്. കാര്യം ഇതേ സിദ്ധാന്തമാണ് ഒരു കാലത്ത് ഗ്രീക്ക് വൈദ്യത്തിലുണ്ടായിരുന്നത്. ഇന്നീ പറഞ്ഞ ത്രിദോഷ സിദ്ധാന്തം തന്നെയാണ്
ഒരു കാലത്ത് ഗ്രീക്ക് വൈദ്യത്തിൽ ഉണ്ടായിരുന്നത്. അത് അവർക്ക് 4 എണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടെ 3 പറഞ്ഞതിന് പകരം അവിടെ 4 എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഈ ഭൂതങ്ങൾ, പഞ്ചഭൂത സിദ്ധാന്തം പോലെ തന്നെ അവർ ഭൂത സിദ്ധാന്തങ്ങളും അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് പുതിയ ആധുനിക വൈദ്യം ഉണ്ടായിട്ടുള്ളത്. അത് ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാരമ്പര്യത്തിൽ എടുക്കത്തക്കതായി എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ആധുനിക വൈദ്യത്തിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഇതിന് പ്രത്യേകമായി നിലനിർത്തേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു 2-3 തരം ശാസ്ത്രമൊന്നും സാധ്യമല്ല. ശാസ്ത്രം ഒരു തരം തന്നെ സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ വരണം, ആയുർവേദത്തിന് പ്രത്യേകമായി പഠിപ്പിക്കുകയും ഈ പഴയ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുകയും. ഇതൊക്കെ വലിയ ഒരു ഇൻസൈറ്റാണ് വാസ്തവത്തിൽ അന്ന് ചെയ്തിരുന്നുള്ള ചരിത്രപരമായിട്ട്. ഇറ്റ് ഈസ് എ ഡോൺ ഓഫ് റാഷണൽ മെഡിസിൻ ആണ്. അതായത് യുക്തിയധിഷ്ഠിത യുക്തിവ്യാപാശ്രയ വൈദ്യം എന്നാണ് ചരകസംഹിത പറയാം. അങ്ങനെ പക്ഷേ യുക്തിവ്യാപാശ്രയം, ദൈവവ്യാപാശ്രയ വൈദ്യം, ഭേഷജം അങ്ങനല്ലേ, യുക്തിവ്യാപാശ്രയം, ദൈവവ്യാപാശ്രയം, അങ്ങനെയാണ് പഴയ വൈദ്യത്തിന് ദൈവവ്യാപാശ്രയം എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ഈ പിന്നെ അഥർവവേദത്തിലുള്ള ദൈവവ്യാപാശ്രയ വൈദ്യം മാറിയിട്ട് യുക്തിവ്യാപാശ്രയ വൈദ്യമായ ആയുർവേദത്തെ ഞങ്ങൾ യുക്തിവാദിയിൽ നിന്ന് തള്ളിക്കളയണം. അത് യുക്തിയിൽ തുടങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന സിദ്ധാന്തങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാലും അതിൽ ഉപയോഗിക്കാനുള്ള കുറേ മരുന്നുകളും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായും ആധുനിക വരുത്തിത്തരം ആയുർവേദത്തിന് പ്രത്യേകമായി നിലനിർത്തേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള അഭിപ്രായം. അതിനെ ഒന്നും കൂട്ടി ഈ കള്ളച്ചരക്കിനെ പെട്രോളിനെ കൂട്ടിക്കെട്ടണ്ട സുഹൃത്തുക്കളെ എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു യോഗ എന്നത് ഒരു പുരാതന ഇന്ത്യൻ ശാസ്ത്രമാണെന്നുള്ള ധാരണയെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. അതിനെ അങ്ങനെ കണക്കിലെടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൊരു കള്ളച്ചരക്കാണ്. ഇത് സമയമുണ്ടല്ലോ, യോഗ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇത് സ്വാഭാവിക ചോദിക്കാവുന്നൊരു, ഞാൻ നേരത്തെ പറയേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. കാരണം അതിലുണ്ടാകുന്ന പല കാര്യങ്ങളും ഈ പിന്നെ എന്താ പറയുക, പല ദിക്കുന്ന് ഇങ്ങനെ കൂട്ടിയെടുത്തുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതൊന്നും ചികിത്സക്കോ ഉദ്ദേശിച്ചതുമല്ല, മനുഷ്യ ശരീരശാസ്ത്ര ബോധ്യമില്ലാതെ എടുത്ത സാധനങ്ങളാണ്. കഴുത്തൊടിക്കാനുള്ളതല്ല എന്നൊരു ഉദാഹരണം മാത്രം ഞാൻ ഇതിൽ പറയാം. ഇത് ഈ 66 ഈ പുസ്തകം വരുന്നത്. ഇതിന് തള്ളിപ്പറയാൻ പറ്റില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ ഈ സിലബസിൽ കയറുക എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്താണ് കയറേണ്ടത്? ഇതാണ് ആദ്യമായ അടിസ്ഥാന ഗ്രന്ഥം. ഇത് തന്നെയാണ്. ഇത് മുഴുവനും ഇതൊരു മോശപ്പെട്ട പുസ്തകം എന്ന് വിചാരിക്കണ്ട. യോഗയെക്കുറിച്ചിട്ട് ആധുനിക യോഗയുടെ ബൈബിൾ തന്നെയാണ് ഇതിൻ്റെ പേര് പറയുന്നത് കൃത്യമായിട്ട്. ഇത് സിലബസിൽ വന്നൊരു അത്ഭുതമില്ല. പിന്നെ ഈ പുസ്തക കച്ചവടക്കാരുടെ എന്തോ താല്പര്യം കൊണ്ടാണ് ഇതിൽ കയറുന്ന ഹഠയോഗ പ്രതിഭയിൽ എന്താ കിട്ടുന്നത്? അത് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്, ഏതോ കാലത്തുള്ളത്. അതിലൊന്നും പുസ്തക കച്ചവടക്കാർക്ക് ഒരു താല്പര്യമില്ല. ഹഠയോഗ പ്രതിഭ തന്നെ ഉള്ളൂ. കാരണം അത് പഴയ ഗ്രന്ഥങ്ങളിലുള്ള ഒരു ഗ്രന്ഥമാണ്. അത് ഹഠയോഗ പ്രതിഭ നമുക്കും നെറ്റിൽ പോയ കാണാം, എൻ്റെ കമ്പ്യൂട്ടറിനകത്തുണ്ട്. അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭ്യമായ സാധനം. അതൊന്നും പുസ്തക കച്ചവടക്കാരുടെ താല്പര്യം കൊണ്ട് സിലബസിൽ കയറി എന്ന് വിചാരിക്കണ്ട. അത് ആധികാരിക ഗ്രന്ഥമായതുകൊണ്ട് തന്നെയാണ്. അതുപോലെ ആധികാരിക ഗ്രന്ഥം തന്നെയാണിത്. ആധുനികത്തിൻ്റെ കാര്യം ഞാൻ പറയാം, അത് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 66 ഈ പുസ്തകം വരുന്നു എന്ന് പറഞ്ഞാൽ ആധുനിക യോഗ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഇദ്ദേഹം വിദേശങ്ങളിലൊക്കെ പറഞ്ഞ ഈ കൃഷ്ണമാചാര്യയുടെ ശിഷ്യന്മാരാണ് ലോകവ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ പ്രചരിച്ച സമയത്ത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ റിച്ചി റസ്സൽ എന്ന് പറഞ്ഞൊരു ന്യൂറോളജിസ്റ്റ് ഒരു ലേഖനം എഴുതാണ്, ഒരു കത്താണ്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ടു ബിലീവ് ദറ്റ് യോഗ എക്സസൈസ് വർ ഡെവലപ്ഡ് സെഞ്ചുറീസ് ബിഫോർ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വാസ് ഡിസ്കവേർഡ്. അപ്പോൾ അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ രക്തചംക്രമണമൊക്കെ കണ്ടെത്തിയിട്ട് അടുത്ത കാലത്ത് ഹാർവിയല്ലേ കണ്ടെത്തിയിട്ടുള്ളൂ. ഈ യോഗയൊക്കെ ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആ കാലത്ത് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഇയാളുടെ ഒരു ഊഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ പല പോസ്ചറുകളും, കോബ്ര ഭുജംഗാസനം, ഈ ഷോൾഡർ സ്റ്റാൻഡ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സർവാംഗാസനം, അല്ലെങ്കിൽ വിപരീത എന്താണിത് ഊർധ്വധനുരാസനം, അപ്പോൾ പറഞ്ഞാൽ തന്നെ നാവ് പുളിക്കിപ്പോവും. അപ്പോൾ ഈ സാധനം ഇതൊക്കെ പിന്നെ ഈ സാധനങ്ങളൊക്കെ ചെയ്താൽ ഈ നെക്ക് എക്സ്റ്റൻഷൻ റൊട്ടേഷനൊക്കെ വരുമ്പോൾ മസ്തിഷ്കത്തേക്കുള്ള രക്തോട്ടം കുഴപ്പമാവുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഈ രക്തക്കൊള്ളികൾ പോണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇവിടുത്തെ 7 വെർട്ടിബ്ര കഴുത്തിൻ്റെ എടുത്താൽ ഈ വെർട്ടിബ്രകൾക്കിടയിലൂടെയുള്ള ദ്വാരത്തിലൂടെ, വെർട്ടിബ്രൽ കനാൽ എന്ന് പറഞ്ഞിട്ട് കനാലിലൂടെയാണ് മസ്തിഷ്കത്തിലുള്ള രക്തോട്ടം നടക്കുന്നത്. ചുവന്ന കണ്ടോ? ചുവന്ന സാധനം ഈ രക്തക്കൊള്ളി ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഇതിനെ വല്ലാണ്ട് തിരിച്ചാൽ ഇത് പുറത്തല്ല, ഈ എല്ലുകൾക്ക് ഇടയിലൂടെയുള്ള 7 എണ്ണത്തിൻ്റെ രൂപത്തോടെ ഒരു മാല കോർത്തതുപോലെയാണ്. 7 ഈ പിന്നെ വെർട്ടിബ്രകളെ ഒരു 2 ഭാഗത്ത് ഒരു മാലയുടെ നൂലെന്ന പോലെ ഈ എല്ലുകൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെ വല്ലാണ്ട് തിരിച്ചാൽ ഇത് ഡാമേജ് ആവില്ലേ എന്ന് ഇദ്ദേഹം അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ആരും അതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ ലണ്ടനിലൊക്കെ ഇതിങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ സാധ്യത ഉണ്ടല്ലോ, നമ്മൾ സൂക്ഷിക്കണമല്ലോ എന്നൊരു കത്ത് മൂപ്പർ എഴുതുകയാണ്. 72 കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ രക്തക്കൊള്ളി കയറി പോകുന്നത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കൊള്ളി കയറി പോകുന്നതാണ്. 1973 ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് തന്നെ സംഭവിച്ചു.
ഈ ഊർധ്വധനുരാസനം ചെയ്ത ഒരു സ്ത്രീ, 28 വയസ്സുള്ള സ്ത്രീ പെട്ടെന്ന് സ്ട്രോക്കായിട്ട് ഒരു ഭാഗത്ത് നോക്കാൻ പറ്റുന്നില്ല, മസ്തിഷ്കത്തിലെ രക്തസ്രാവമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു. അന്ന് CT സ്കാനില്ല, MRI സ്കാനില്ല, മസ്തിഷ്കം തുറന്നു നോക്കി. എന്ത് കണ്ടു? സെറിബല്ലത്തിലേക്കുള്ള രക്തക്കുഴൽ. ഇതേ സാധനം, ഈ 2 വെർട്ടിബ്രൽ ആർട്ടറി ചേർന്ന് ഇവിടെ നമുക്ക് ബേസിലാർ ആർട്ടറി ആവുന്ന രണ്ടും കൂടെ ചേർന്ന ഇതിനൊരു ഭാഗത്തേക്ക് ഡാമേജ് ആയിപ്പോയി. അതിലൊന്ന് കുടുങ്ങി. കാരണം ഇത് ഇവിടെ തിരിഞ്ഞിട്ട് ക്ലോട്ട് വന്ന് അവിടെ ബ്ലോക്കായി. അപ്പോൾ ആ ഭാഗം മസ്തിഷ്കത്തിൻ്റെ കുറച്ച് ഭാഗം ദ്രവിച്ചു പോയി, രക്തോട്ടില്ലാതായിപ്പോയി. ഇതിന് ശേഷം എത്രയോ കേസുകൾ, വെർട്ടിബ്രൽ ആർട്ടറി ഒക്ലൂഷൻ കോംപ്ലിക്കേറ്റിംഗ് യോഗ എക്സസൈസ് 1977 RKS ഓഫ് ന്യൂറോളജി. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? സർവാംഗാസനം എന്നാണ്. സർവാംഗാസനം. ഈ സർവാംഗാസനത്തിൽ എന്ന് പറഞ്ഞ സാധനം അക്യൂട്ട് മെഡിൽ ഇൻഫ്രാക്ഷൻ, ആസനങ്ങളുടെ മാതാവ് എന്നാണ് പറഞ്ഞത്. ആസനങ്ങളുടെ മാതാവ്, മദർ ഓഫ് ആസനാസ് എന്നാണ്. ഇഫ് ശീർഷാസന ഇസ് ദ ഫാദർ ഓഫ് ആസനാസ്, ദെൻ സർവാംഗാസന ഇസ് ദ മദർ ഓഫ് ആസനാസ് ബുക്കിൽ പറഞ്ഞത്. ആ സാധനം, അത് ഇമ്പോർട്ടൻസ് ഓഫ് സർവാംഗാസന, അതിനെപ്പറ്റി സർവാംഗാസനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചതിന് അന്ത്യമില്ല. ഇത് അങ്ങനെയാണ് ഇങ്ങനെ, ഇതൊന്നും പഴയ പുസ്തകങ്ങളിലില്ല, ഒക്കെ 1930-40കളിൽ ഓരോ സർക്കസ് പെറുക്കിയെടുത്തുണ്ടാക്കിയ സാധനം മാത്രമാണ്. അതിനെപ്പറ്റി വലിയ വർണ്ണനകളൊക്കെ ചെയ്തിട്ട് ഈ പുസ്തകം വായിച്ചാലും തമാശ, നമ്മുടെ കേരളത്തിലുള്ള പുസ്തകം വായിച്ചാൽ ഭയങ്കര തമാശയാണ്. അപ്പോൾ ഈ സർവാംഗാസനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ താടി നെഞ്ചിനോട് ഭംഗിയായിട്ട്, എന്തൊരു ഭംഗിയാണ് നോക്കൂ, ഭംഗിയായി അമർന്നിരിക്കും. ഈ അവസരത്തിൽ രക്തം കഴുത്തിൻ്റെ ഭാഗത്ത് പരിശീലനം കഴിയും വരെ സ്ഥിരമായി നിലനിൽക്കുകയും തൈറോയിഡിലും പാരാതൈറോയിഡിലും ആവശ്യമനുസരിച്ച് അത് എത്തുകയും അങ്ങനെ അവ പുഷ്ടിപ്പെടുകയും ചെയ്യും. വാഴക്ക് വെള്ളമൊഴിക്കുന്ന പോലെയാണെന്നാണ് ധാരണ. നമ്മളിങ്ങനെ ചാല് കയറിയിട്ട് വാഴേൻ്റെ അടുത്തുകൊണ്ടായ വാഴ വലുതാവുന്ന പോലെയാണ് തൈറോയിഡ് വലുതാവുക എന്നാണ് വിചാരിക്കുന്നത്. എന്തൊരു അസംബന്ധ ധാരണയാണ്. കാര്യം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പ്രകൃതി നേരത്തെ ഉണ്ടാക്കി വളരെ കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. ദൈവമോ ആരായിരുന്നാലും ഐൻസ്റ്റൈൻ്റെ ദൈവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മളായിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പോകാനും വരാനും ഒക്കെ ഈ പമ്പും പിന്നെ ഭൂഗുരുത്വം ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കഴുത്തിന് മാത്രമല്ല, മുഖമാകെ ഏതാണ്ട് ഈ സമയം രക്തവർണ്ണമാവുന്നതും സർവാംഗാസനം ചെയ്യുന്നവരെ മറ്റൊരാൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നു. മുഖത്തിങ്ങനെ ചുവന്നിരിക്കും, ഇവിടെ കംപ്ലീറ്റ് ചുവപ്പ് നിറാവും. ഇതൊക്കെ അങ്ങനെ കണ്ടത്തിന് മേൽപോട്ടുള്ള സകല ഭാഗങ്ങളുടെയും പ്രവർത്തനശേഷി കാര്യക്ഷമമാവുന്നതിന് സർവാംഗാസനം അത്യധികം ഉപകരിക്കുന്ന. പിന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ, തലചുറ്റുണ്ടാവില്ല, ആസ്മ ഉണ്ടാവില്ല, മുടി കൊഴിച്ചിൽ, ഞരമ്പ് തടിപ്പ്, ശീഘ്രസ്ഖലനം, ആർത്തവക്ലേശങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ ഇതൊക്കെ മാറും. ഇതാണ് സർവാംഗാസനം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന യോഗം. അപ്പോൾ ഈ സാധനം ഞാൻ ഒരു മീനിനെ പിടിച്ച് വെള്ളത്തിൽ പുറത്തിട്ട് അത് പിടക്കുന്നുണ്ട്, അത് പാട്ടുപാടുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം തലകുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രക്തോട്ടം തിരിച്ചു പോവില്ല. ഈ അശുദ്ധ രക്തം തിരിച്ചു പോകണമെങ്കിൽ അത് ഗ്രാവിറ്റി കൊണ്ട് വേണം തിരിച്ചു പോകാൻ. ഹാർട്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്ന രക്തം തിരിച്ചങ്ങോട്ട് പോകണം, അത് ഭൂഗുരുത്വം കൊണ്ടാണ് താവോട്ട് പോകുന്നത്, ഒഴിഞ്ഞു പോവാണ്. അങ്ങോട്ട് പമ്പ് ചെയ്ത് കയറ്റുന്ന രക്തം തലച്ചോറിൻ്റെയും മുഖത്തിൻ്റെയും തൈറോയിഡിൻ്റെയും ഒക്കെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരണമെങ്കിൽ ഭൂഗുരുത്വം കൊണ്ട് താവോട്ട് വരണം. അതാണ് സംഭവിക്കേണ്ടത്. ഇത് ഭൂഗുരുത്വത്തിനെതിരെ തലകുത്തി നിർത്തിയാൽ അത് വവ്വാലിന് മാത്രമേ പറ്റൂ, മനുഷ്യ പറ്റൂല. അപ്പോൾ ഇതാണ് സമയം. അപ്പോൾ ഇതിങ്ങനെ തുടരുന്നുണ്ട്. അപ്പോൾ തീർന്നല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? സാമാന്യ ശരീരശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആൾക്കാർ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഷോ പീസ് മാത്രമാണ് യോഗ എന്ന് പറയുന്നത്. ഇത് ഒരു ശാസ്ത്രവുമല്ല, ഇന്ത്യൻ ശാസ്ത്രവുമല്ല. യോഗശാസ്ത്രം എന്ന് പറഞ്ഞത് വെറും ഒരു പേര് മാത്രമാണ്. ഇതിനെ നിങ്ങൾ ഗൗരവമായി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചികിത്സക്കും ഉപയോഗിക്കാനും പറ്റില്ല. നന്ദി, നമസ്കാരം.